കാണുന്നുണ്ടോ? യെസ് ഓർ നോ? ഇതേപോലെ റിബൺ ഔട്ട്ലൈൻ തന്നെ വേണമെന്നില്ല. ചില വേർഷനിൽ സ്ട്രൈറ്റ് അവേ കാണിക്കും. റൈറ്റ് ഹാൻഡിൽ സബ് ടോട്ടൽ അല്ലേ? Yes. യെസ്. ഓക്കെ. അതേപോലെ അതാണ് ഫസ്റ്റ് എടുക്കുന്നത്. അതിനുശേഷം നമുക്കൊരു സബ് ടോട്ടൽ എന്നുള്ള ഫംഗ്ഷൻ തന്നെ ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആദ്യം ഇതിൽ പ്രീ ബിൽഡ് ചെയ്ത് വെച്ച് ആ സബ് ടോട്ടൽ റിബൺ എന്താ നമുക്ക് നോക്കാം. ഓക്കെ. സപ്പോസ് നിങ്ങൾ മുന്നിൽ കാണുന്ന ഈ ഡാറ്റ സെറ്റ് ഒരു ചെറിയൊരു സെയിൽസ് ഡാറ്റ എന്ന് അസ്യൂം ചെയ്യാം. ദർ ആർ ക്ലോസ് ടു 65 ലൈൻ ഐറ്റംസ് ഉണ്ട്. അതായത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു ERP നിന്നും ഡാറ്റ എക്സ്പോർട്ട് ചെയ്ത് വെച്ചാണ് വിചാരിക്കുക. ഒരു റാൻഡം റിപ്പോർട്ട്. ക്വാർട്ടർ ഉണ്ട്, സോൺ ഉണ്ട്, സെയിൽസ് പേഴ്സൺ, കാറ്റഗറി, ടൈപ്പ്, പേയ്മെന്റ് ടൈപ്പ്, യൂണിറ്റ് പ്രൈസ്, ക്വാണ്ടിറ്റി, ടോട്ടൽ. ഓക്കെ. എനിക്കിത് ഞാൻ അത് എക്സ്പോർട്ട് ചെയ്ത് വെച്ചു. ഒരു പ്രസന്റേഷൻ നൽകണം മാനേജ്മെന്റിന്. ഓക്കെ, ഒരു പ്രസന്റേഷൻ നൽകണം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ഡാറ്റ സെറ്റ് ഫോർ എക്സാമ്പിൾ എക്സ്പോർട്ട് ചെയ്തു, റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് മാനേജർ ചോദിക്കുക ഒരു പ്രസന്റേഷൻ നൽകുമ്പോൾ മൂപ്പർക്ക് വേണ്ടത് ഇത് മിക്സ് ഓഫ് ഡാറ്റയാണ് അല്ലെ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ കാണുന്ന സെയിം സെയിൽസ്മാൻ തന്നെ ഡിഫറെന്റ് ഡേയിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട്. ഫോർ ജാൻ കോട്ടാസ് ഇവിടെയും കാണാൻ പറ്റും, അതുപോലെ തന്നെ താഴെയും കാണാൻ പറ്റും അല്ലെ? അത് മിക്സ് ആണ്. അതേപോലെ തന്നെയാണ് റോബർട്ട്. ആകെ 5-8 പേര് ഇതിൽ വർക്ക് ചെയ്യുന്നുള്ളൂ. പക്ഷെ ഇവരെ ഡിഫറെന്റ് ഡേയിൽ നടത്തിയ അല്ലെങ്കിൽ ഡിഫറെന്റ് കൈൻഡ് ഓഫ് പേയ്മെന്റ് മോഡൽ നടത്തിയ ട്രാൻസാക്ഷൻ ആണ്. അപ്പൊ ഞാനത് പ്രസന്റേഷൻ നൽകാതെ പെട്ടെന്ന് മാനേജർ ഇൻസ്റ്റന്റ് ആയി ചോദിക്കുകയാണ്, ടോട്ടൽ റവന്യൂ ആൻഡ് ടോട്ടൽ ക്വാണ്ടിറ്റി ആൻഡ് ടോട്ടൽ യൂണിറ്റ് പ്രൈസ് ഇതിന് ഇതിന്റെ മൊത്തം, അതായത് യൂണിറ്റ് പ്രൈസും ക്വാണ്ടിറ്റിയും ടോട്ടലിന്റെ സബ് ടോട്ടൽ കിട്ടണം എഗെയിൻസ്റ്റ് ഈച്ച് സെയിൽസ് പേഴ്സൺ. അതായത് ജോൺ കാർട്ടസിന്റെ തന്നെ എത്ര ക്വാണ്ടിറ്റി വിറ്റു, എത്ര യൂണിറ്റ് പ്രൈസ്, അതുപോലെ തന്നെ ടോട്ടൽ എത്ര വിറ്റു. ഇപ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് ഒരു പിവോട്ട് ഉണ്ടല്ലോ, പിവോട്ടിൽ പറ്റും, അത് വളരെ ഈസി ആയിട്ട് പറ്റും. പക്ഷെ പിവോട്ട് ഇല്ലാത്ത കേസിൽ നമുക്ക് എങ്ങനെയാ നോക്കാം. ഓക്കെ, ഇതൊരു ഇൻട്രസ്റ്റിംഗ് ഫംഗ്ഷൻ ആണ്. അപ്പൊ ആദ്യം ഇതിൽ മെയിൻ നിങ്ങളെ മൈൻഡിലേക്ക് വരേണ്ടത്, ആ ഒരു ബൈ ഹാർട്ട് ഫോളോ സിസ്റ്റം വേണ്ട, മൈൻഡിലേക്ക് വരേണ്ടത് ക്രൈറ്റീരിയ എന്ന സംഭവമുണ്ട്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ കേസിൽ ഞാൻ പറയാണ്, ടോട്ടൽ റവന്യൂ എഗെയിൻസ്റ്റ് ടോട്ടൽ ക്വാണ്ടിറ്റി, ടോട്ടൽ യൂണിറ്റ് പ്രൈസ് എഗെയിൻസ്റ്റ് ഈച്ച് സെയിൽസ്മാൻ എന്ന് പറയുമ്പോൾ അവിടെ സെയിൽസ്മാൻ ആണ് ക്രൈറ്റീരിയ. അല്ലെങ്കിൽ ടോട്ടൽ റവന്യൂ അഗെയിൻസ്റ്റ് സെയിൽസ് സോൺ എന്ന് പറയുമ്പോൾ സെയിൽസ് സോൺ ആണ് ക്രൈറ്റീരിയ. അത് മൈൻഡിലേക്ക് വരിക. ഈ കേസിൽ മാനേജർ ചോദിച്ചു ടോട്ടൽ റവന്യൂ അല്ലെങ്കിൽ ഈ ഒരു 3 കോളത്തിൽ അതിന്റെ ടോട്ടൽ അഗെയിൻസ്റ്റ് സെയിൽസ്മാന്റെ ബേസിലാണ് വേണ്ടത്. അപ്പം സെയിൽസ്മാൻ ആണ് ക്രൈറ്റീരിയ ഞാൻ ഉറപ്പിച്ചു. ശേഷം നമ്മളത് ഫിക്സ് ചെയ്ത് വെച്ചു മൈൻഡിൽ, സെയിൽസ്മാൻ ആണ് ക്രൈറ്റീരിയ. ശേഷം ഓരോ സ്റ്റെപ്പ് നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാം, ഫോളോ ചെയ്യാം. ആദ്യം വേണ്ടത് ഡേറ്റ മാത്രം സെലക്ട് ചെയ്യാം. Ctrl+A പ്രസ് ചെയ്തുകൊണ്ട് ഡേറ്റ മാത്രം സെലക്ട് ചെയ്യാം. കാരണം ഇത് ഞാൻ കുറച്ച് സ്ലോ എടുക്കുന്നത്, കാരണം അടുത്ത് ഇതുമായി ബന്ധപ്പെട്ട ടെസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചെറിയൊരു അസൈൻമെന്റ് ഉണ്ടാവും. അപ്പൊ ശ്രദ്ധിക്കുക കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് ഡേറ്റ മാത്രം സെലക്ട് ചെയ്തു. നമ്മളെ മൈൻഡിൽ സെയിൽസ്മാൻ എന്നുള്ള ക്രൈറ്റീരിയ ഉണ്ട് കേട്ടോ ഓൾറെഡി. ഗോ ടു ഡേറ്റ. ഡേറ്റയുടെ അണ്ടറിൽ ഫിൽട്ടർ ഉണ്ടാവും, സോറി സോർട്ടിംഗ് ഉണ്ടാവും, സോർട്ട്. ഈ സോർട്ട് നമ്മൾ ചെയ്യേണ്ടത് ബേസ്ഡ് ഓൺ ക്രൈറ്റീരിയ ആണ്. അത് ക്രൈറ്റീരിയ ഇമ്പോർട്ടന്റ് പറഞ്ഞു. ക്രൈറ്റീരിയ എന്താ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചത്? സെയിൽസ്മാൻ ആണ്. സെയിൽസ്മാൻ ഓപ്റ്റ് ചെയ്യുന്നു, ഓക്കെ അടിക്കുന്നു. ഇപ്പം എല്ലാ സെയിൽസ് പേഴ്സണും ഒരു അസെൻഡിങ് ഓർഡറിൽ വന്നിട്ടുണ്ട്. പക്ഷേ മാനേജർ ചോദിച്ച റിപ്പോർട്ട് ഇതിലും റെഡി ആയിട്ടില്ല. ഈ ആൻഡ്രോയിന്റെ കറക്റ്റ് വന്നു, പക്ഷേ ഈ ആൻഡ്രോയിഡ് ടോട്ടൽ എവിടെയും കാണുന്നില്ല. സെപ്പറേറ്റ് സെപ്പറേറ്റ് ട്രാൻസാക്ഷനാണ് കാണിക്കുന്നത്. ഇതുവരെ ഫോളോ ചെയ്തോ? എല്ലാവരും സെയിം ട്രാക്കിലല്ലേ? ഒന്നുകൂടെ പറയാമോ? ഓക്കെ. ഏത് തൊട്ടിട്ടാ പറയേണ്ടത്? അതായത് സെലക്ട് ചെയ്ത സ്റ്റെപ്പാ പറയേണ്ടത്? സ്റ്റാർട്ടിങ് തൊട്ടൊന്ന് വേഗം ഒന്ന് പറയൂ, ഷോർട്ടാക്കി. ഷോർട്ടാക്കി നമ്മൾ ആദ്യം വേണ്ടത്, എനിക്ക് സെയിൽസ് പേഴ്സൺ വൈസിൽ ടോട്ടൽ വേണം. അപ്പം ഇതിൽ എനിക്ക് സെയിൽസ് പേഴ്സൺ എന്നുള്ളതാണ് ക്രൈറ്റീരിയ. ആ ക്രൈറ്റീരിയ എന്താ ഉദ്ദേശിക്കുന്നത്? സെയിൽസ് പേഴ്സൺ ആണ്. എന്തിന്റെ ബേസിലാണോ എനിക്ക് ടോട്ടൽ വേണ്ടത്, അതാണ് ക്രൈറ്റീരിയ, സെയിൽസ് പേഴ്സൺ. ആ സെയിൽസ് പേഴ്സൺ എന്നുള്ള ക്രൈറ്റീരിയ ആദ്യം മൈൻഡിൽ വെക്കുക. ശേഷം Ctrl+A പ്രസ് ചെയ്തുകൊണ്ട് ഡാറ്റ മാത്രം സെലക്ട് ചെയ്യാം. എന്നിട്ട് സോർട്ടിങ്ങിൽ പോയിട്ട് ആ ക്രൈറ്റീരിയ ഉണ്ടല്ലോ സെയിൽസ് പേഴ്സൺ, സോർട്ട് ചെയ്യാം ഫസ്റ്റ്. ഇപ്പം അസെൻഡിങ് ഓർഡറിൽ കംപ്ലീറ്റ് ആ സെയിൽസ് പേഴ്സൺ ഇവിടെ സോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ശേഷം അടുത്ത സ്റ്റെപ്പ്, ഈ സെലക്ഷൻ ഏരിയ വിടാണ്ട് ഡാറ്റ എന്നുള്ള ടാബിന്റെ താഴെ ഞാൻ നേരത്തെ കാണിച്ച സബ് ടോട്ടൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം.
ഈ സബ് ടോട്ടലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ബോക്സ് വന്നിട്ടുണ്ടാവും. എല്ലാവർക്കും കിട്ടുന്നുണ്ടോ ഈ ഒരു ഫീൽഡ് ബോക്സ്, ഡയലോഗ് ബോക്സ് കിട്ടുന്നുണ്ടോ? യെസ് ഓർ നോ? സബ് ടോട്ടല് കാണാനില്ല. യെസ് കിട്ടുന്നുണ്ട്. ഡയറക്റ്റിന്റെ അണ്ടറിൽ റൈറ്റ് സൈഡ് കാണാൻ പറ്റും സബ് ടോട്ടൽ. കാണുന്നില്ല? സോർട്ട് ഫിൽട്ടർ പിന്നെ സബ് ടോട്ടലായിട്ട് കാണുന്നില്ല. കുഴപ്പമില്ല. ഈ സ്റ്റെപ്പ് ആയിട്ട് സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്താൽ മതി. നോ വറീസ്, ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ ഓക്കെ. ഡയറക്റ്റിന്റെ അണ്ടറിൽ സബ് ടോട്ടൽ എൻഡിൽ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതല്ല ബാക്കി എല്ലാവർക്കും കിട്ടുന്നുണ്ടോ ഈ ഒരു ബോക്സ്? ഓ കിട്ടുന്നുണ്ട്. കിട്ടുന്നുണ്ട്. ആ കിട്ടുന്നുണ്ട്. അതിൽ മൾട്ടിപ്പിൾ ഫീൽഡ് കാണാം. ഇവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സോർട്ട് ചെയ്തത് സെയിൽസ് പേഴ്സൺ ക്രൈറ്റീരിയ മൈൻഡിൽ വെക്കാൻ പറഞ്ഞതാണ്. ക്രൈറ്റീരിയ മൈൻഡിൽ വെച്ചിട്ട് സോർട്ടും ചെയ്തു. അതുപോലെ തന്നെ ഈ ഫസ്റ്റ് ഫീൽഡ് ഉണ്ടല്ലോ ഇത് ഇവിടെ കാണുന്നത് അറ്റ് ഈ ചേഞ്ചസ് ഇൻ, അവിടെയും നമ്മൾ എന്താക്കണം, ആ ക്രൈറ്റീരിയ സെയിൽസ് പേഴ്സൺ കൊടുക്കണം, മാറരുത്. ഇപ്പൊ രണ്ട് സ്ഥലത്ത് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചു ക്രൈറ്റീരിയ, ഒന്ന് സോർട്ടിങ്ങിലും ഒന്ന് ഇവിടെയും. ശേഷം യൂസ് ഫംഗ്ഷൻ, എനിക്ക് ടോട്ടൽ ആവേണ്ട, സം ആവേണ്ടത്, നമുക്ക് വേണേൽ ആവറേജ് ഒക്കെ കിട്ടും, പക്ഷെ സമ്മിൽ കിടന്നോട്ടെ. എഗെയിൻസ്റ്റ് വാട്ട്? ടോട്ടൽ വേണം, ക്വാണ്ടിറ്റി വേണം, യൂണിറ്റ് പ്രൈസ് വേണം. നിങ്ങൾ ഓക്കെ പ്രസ് ചെയ്യരുത് കേട്ടോ. ഇതുവരെ ഓക്കെ ആണെങ്കിൽ പറയണം. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ. സബ് ടോട്ടൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ബോക്സ് വരും. ഫസ്റ്റ് ഫീൽഡിൽ മേക്ക് ഷുവർ ചെയ്യണം, ബൈ ഡീഫോൾട്ട് വരെ ക്വാർട്ടർ എന്നാണ്, കാരണം ഫസ്റ്റ് കോളം ആയതുകൊണ്ട്. നമ്മൾ മാനുവലി സെലക്ട് ചെയ്യണം നമ്മളെ ക്രൈറ്റീരിയ സെയിൽസ് പേഴ്സൺ. സം എന്ന് കൊടുത്തു, ബൈ ഡീഫോൾട്ട് സം എന്നാണ് കാണിക്കുന്നത്. ടോട്ടൽ ആവേണ്ടത് എഗെയിൻസ്റ്റ് വാട്ട്? യൂണിറ്റ് പ്രൈസ്, ക്വാണ്ടിറ്റി, ടോട്ടൽ. അപ്പൊ ഞാൻ ഓക്കെ അടിക്കുന്ന മുന്നേ എൻ്റെ സ്ക്രീനിൽ ലെഫ്റ്റിൽ കാണുന്ന ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളം എന്റെ മിഡ് ആയിട്ട് ഒരു ബോക്സ് കാണുന്നുണ്ട്, ഒരു ചെറിയൊരു സ്പേസിൽ. അവിടെയൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്യണേ. ഞാൻ ഓക്കെ അടിക്കുമ്പോൾ നോക്കി നോക്കൂ, ഒരു സബ് ഷീറ്റ് ആയിട്ട് 1 2 3 എന്ന് നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടാവും, എൻ്റെ സ്ക്രീനിലും കാണാം. കിട്ടിയോ എല്ലാവർക്കും? ആ കിട്ടി. കിട്ടി. അതിൽ നിങ്ങൾ ഇപ്പോൾ ഉള്ളത് തേർഡ് ഷീറ്റിലുള്ളത്. നോക്കി നോക്കൂ, ഇപ്പൊ ആൻഡ്രൂവിന്റെ ടോട്ടൽ ഇവിടെ ബൈ ഡീഫോൾട്ട് ആയിട്ട് ഇൻബിൽഡ് ആയിട്ടുള്ള സബ് ടോട്ടൽ ത്രൂ സബ് ടോട്ടൽ ആയിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ആൻഡ് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നെക്സ്റ്റ് കാണാൻ പറ്റും, ഓരോ ടോട്ടൽ വൈസ് ഇവിടെ കാണാം അല്ലേ? ഡെപ്ത് ആയിട്ട് വലിയൊരു റിപ്പോർട്ട് കാണാം. പക്ഷെ നമുക്ക് ഇത് ഫുൾ ഫ്ലെഡ്ജിൽ റിപ്പോർട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. മാനേജറിന് വേണ്ടത് ടോട്ടൽ റവന്യൂ, അല്ലെങ്കിൽ ഈ ഒരു കോളത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട്, എന്തിന്റെ അഗെയിൻസ്റ്റ്? സെയിൽസ് പേഴ്സൺ അഗെയിൻസ്റ്റ് ആയിട്ട് വേണ്ട. അപ്പൊ ഇത് തേർഡിൽ ഫുൾ റിപ്പോർട്ട് കാണിക്കും. അപ്പൊ സെക്കൻഡ് ക്ലിക്ക് ചെയ്താൽ മതി. സെക്കൻഡ് ആണ് നമുക്ക് ക്രൈറ്റീരിയ ടോട്ടൽ കിട്ടുക. ഇതാണ് മാനേജർ ചോദിച്ചത്. അപ്പോൾ ഇത് ചെറിയ ഒരു സ്നാപ്ഷോട്ട് ആയിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ മതി. ഇപ്പൊ കറക്റ്റ് ആയിട്ട് ഓരോ സെയിൽസ് പേഴ്സൺ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള സബ് ടോട്ടൽ കിട്ടി. ഈ പ്രസന്റേഷൻ കാണിക്കുമ്പോഴേക്കും മാനേജർ ചോദിക്കുക പെട്ടെന്ന്, എന്തുകൊണ്ട് ലോറന്റെ സെയിൽ ഭയങ്കര കുറഞ്ഞു പോയി? അപ്പം ഇതൊന്ന് ഇവിടെ ഞങ്ങൾ തേർഡിലേക്ക് പോകേണ്ട ആവശ്യം, ഇവിടെ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് ഇത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ട്രാൻസാക്ഷൻ പ്ലസ് ഐക്കൺ കണ്ടില്ലേ? കിട്ടുന്നുണ്ടോ? പ്ലസ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? മിനിമൈസും എക്സ്പാൻഷനും റൈറ്റ് കിട്ടുന്നുണ്ടോ? ഇപ്പോഴും സെക്കായോ? ആ, ഉണ്ട്, ഉണ്ട്, ഉണ്ട്. കിട്ടും അല്ലേ? അതേപോലെ തന്നെ ഫസ്റ്റിൽ എന്തായിരിക്കും? ഗ്രാൻഡ് ടോട്ടൽ. ഇത് വലിയ യൂസേജ് ഒന്നുമില്ല, മൊത്തം ടോട്ടൽ കാണിക്കുന്നതാണ്. സെക്കൻഡ് കിട്ടുന്നത് എന്താണ്? ക്രൈറ്റീരിയ ടോട്ടൽ ആണ്, ഇതാണ് ഇമ്പോർട്ടൻറ്റ്. തേർഡിൽ എന്താ? ഫുൾ ഫ്ലഡ്ജ് റിപ്പോർട്ടാണ്. മനസ്സിലായോ? ഈ സ്റ്റെപ്പ് മനസ്സിലായി? റിസൾട്ട് കിട്ടുന്നുണ്ടോ കിട്ടാത്ത ആൾക്കാരൊന്ന് യെസ് ചാറ്റിലിടാം, അല്ലെങ്കിൽ വെബിലി പറയാം. എക്സെപ്റ്റ് ഒരാൾക്ക് കിട്ടില്ലായിരുന്നു. ഹായ് കിട്ടി അൽഫോൻ. കിട്ടി കിട്ടി. അതില് ഔട്ട്ലൈന് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഔട്ട്ലൈന് കാണുന്നുണ്ട്, പക്ഷെ അതില് ഈ പെർട്ടിക്കുലർ ഫംഗ്ഷൻ ഡിസേബിൾഡ് ആണ്. കാരണം നിങ്ങൾ ടേബിൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും, റൈറ്റ്? ഓക്കെ. അത് റിമൂവ് ചെയ്താൽ ടേബിൾ കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ലല്ലോ, അത് റിമൂവ് ചെയ്തോളൂ. ഓക്കെ ഓക്കെ. അപ്പം കറക്റ്റ് കിട്ടുന്നത്. കാരണം ടേബിൾ കൺവേർട്ട് ചെയ്യരുത് ഇതിൽ പറയാൻ കാരണം, ഇൻബിൽഡ് ആയിട്ട് തന്നെ നമുക്ക് ഓൾറെഡി സബ് ടോട്ടൽ തരും. ടേബിളിൽ ഓൾറെഡി ആ സബ് ടോട്ടൽ ഉണ്ട്, അപ്പോൾ അത് ക്ലാഷ് ആവണം. അപ്പോൾ ഈ കേസിൽ നമുക്ക് ടേബിളിന്റെ ആവശ്യമില്ല. ബൈ ഡീഫോൾട്ടുള്ള നോർമൽ റേഞ്ചിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് കിട്ടും. നേരത്തെ ഒരാൾക്ക് കിട്ടില്ല എന്ന് പറഞ്ഞത്, അത് കിട്ടിയോ? സബ് ടോട്ടൽ ആ കിട്ടി കിട്ടി. കിട്ടി കിട്ടി. ഓക്കെ, സോർട്ടായി. യാ. അപ്പം ഈ തേർഡ് ഷീറ്റിൽ എത്തിയിട്ടുണ്ട്. ഈ സ്റ്റെപ്പ് ഇപ്പം രണ്ട് കാര്യങ്ങൾ ആലോചിച്ചാൽ മതി. ഫസ്റ്റ് ആ ക്രൈറ്റീരിയ മൈൻഡിൽ വെക്കുക, അതായിരിക്കണം സോർട്ടിങ്ങിലും അറ്റ് ഈ ചേഞ്ചസ് എന്നുള്ള ഫീൽഡിലും നമ്മൾ ചൂസ് ചെയ്ത് വെക്കേണ്ടത്. ഇനി തിരിച്ച് നിങ്ങൾക്ക് ബാക്ക് ടു ആ നോർമൽ റേഞ്ചിലേക്ക്, ആ ഡാറ്റ സെറ്റിലേക്ക് എത്തണം. കൺട്രോൾ സെറ്റ് അല്ലെങ്കിൽ ആ അണ്ട് വർക്ക് ആവില്ല കേട്ടോ. അതിന് വേണമെന്നുണ്ടെങ്കിൽ തേർഡിലേക്ക് വരാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1 2 അല്ല, തേർഡിലേക്ക് വന്നിട്ട് ഏതെങ്കിലും ഒരു സെല്ല് സെലക്ട് ചെയ്യുക. ഒന്ന് മ്യൂട്ട് ചെയ്യണേ പറ്റുകയാണെങ്കിൽ. ഏതെങ്കിലും ഒരു സെല്ല് സെലക്ട് ചെയ്യുക. ഓക്കെ, ശേഷം സബ് ടോട്ടൽ എന്നുള്ള റിബൺ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് താഴേക്കാണ് റിമൂവ് ഓൾ എന്ന് കാണാം. ക്ലിക്ക് ചെയ്ത് നോക്കൂ, നോർമലിലേക്ക് എത്തിയപ്പോ റിമൂവ് ഓൾ.
ബാക്ക് ടു നോർമലൊക്കെ എത്തിയോ ഓൾ ഓഫ് യു? യെസ്. യെസ്. ബാക്കി എല്ലാവർക്കും കിട്ടുമെന്ന് വിചാരിക്കുന്നു. കുറച്ച് ആൾക്ക് സൈലന്റ് ആണെന്ന് അറിയാം, പക്ഷെ സ്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഓൾ ഓഫ് യു. ഓക്കെ, ജസ്റ്റ് ക്വിക്ക് ആയിട്ട് മാക്സിമം ഒരു 5 minutes. നെക്സ്റ്റ് നിങ്ങളെ സൈഡിൽ നിന്ന് എനിക്ക് വേണ്ടത് ടോട്ടൽ, എനിക്ക് ക്വാണ്ടിറ്റി യൂണിറ്റ് പ്രൈസ് ഒന്നും വേണ്ട, ടോട്ടൽ റവന്യൂ മാത്രം മതി എഗെയിൻസ്റ്റ് ഈച്ച് സെയിൽസ് ഓൺ. പ്ലീസ് ഒന്ന് പ്രിപ്പയർ ചെയ്യൂ. ഉം. ഈസ്റ്റ് ഈച്ച് സോൺ അഗേൻസ്റ്റ് ടോട്ടൽ അല്ലേ വേണ്ടേ? അത് അതെ മാത്രം അതെ, പോരെ? എഗെയിൻസ്റ്റ് സെയിൽസ് ഓൺ. ഓക്കെ. ഈ 1 2 3 എപ്പോഴും ലെഫ്റ്റിലായിരിക്കും വരിക? 1 2 3 എപ്പോഴും ലെഫ്റ്റിലായിരിക്കും വരിക? 1 2 3 ഈ മീൻസ് വാട്ട്? അല്ല, ഈ ലാസ്റ്റ് നമ്മള് പിന്നെ സോർട്ട് സബ് ടോട്ടൽ എടുത്തില്ലേ? ആ 1 2 3 ആ, എന്നുള്ളത് ലെഫ്റ്റ് എപ്പോഴും ലെഫ്റ്റ്, അതെ അതെ അതെ, കോർണർ ലെഫ്റ്റിലേക്ക്. കിട്ടിയിട്ടുണ്ടെങ്കിലും ചാറ്റ് ഇട്ടേ പ്ലീസ്.
ഇങ്ങോട്ട് അതിന് ശേഷം 1 2 3 സെക്കൻഡ് ഓപ്പൺ ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ, സോ കംപ്ലീറ്റ് സെലക്ട് ചെയ്തു ആൻഡ് സോർട്ട് ബേസ്ഡ് ഓൺ സെയിൽസ് സോൺ. ക്ലിക്ക് ഓക്കെ. സബ് ടോട്ടൽ സോൺ. ഇവിടെ ഇൻകറക്റ്റ് സെയിൽസ് പേഴ്സൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആൻസർ കിട്ടില്ല കേട്ടോ. ക്യാൻസർ ഐ മീൻ നിങ്ങൾക്ക് പുൾ ഔട്ട് ചെയ്യും, പക്ഷേ മിക്സ്ഡ് ആയിരിക്കും, അത് കറക്റ്റ് ഓർഡറിൽ വരില്ല. ഓക്കെ അടിക്കുന്നു. സെക്കൻഡ് എല്ലാവർക്കും ഈ ഒരു സ്റ്റൈലല്ല കിട്ടിയത്, അല്ലാണ്ട് മിക്സ് ചെയ്ത് ഇവിടെ വന്നിട്ടില്ലല്ലോ. എല്ലാതും ഇതേ റിസൾട്ട് തന്നെയല്ലേ? ഷുവർ അതെ. അല്ലേ? ഇൻകറക്റ്റ് ഐ മീൻ ഒരു അബ്നോർമാലിറ്റി ഇല്ലല്ലോ? ഷുവർ അല്ലേ? ഓക്കെ, ഞാൻ ചെറിയൊരു കാര്യം ചോദിക്കാം നിങ്ങളോട്. എനിക്ക് വേണ്ടത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് വീണ്ടും എടുക്കാം. എനിക്ക് വേണ്ടത് ഈ ഡാറ്റ സെറ്റ് ഉണ്ടോ നിങ്ങളെ മുന്നിൽ കാണുന്നത്? സെലക്ട് ചെയ്തു, കോപ്പി ചെയ്തു, ഞാനൊന്ന് പേസ്റ്റ് ചെയ്യുന്നു നെക്സ്റ്റ് ഷീറ്റിൽ. ഓക്കെ, ഇതൊന്ന് സെറ്റ് ചെയ്യും, ഇതേപോലെ തന്നെ റെഡി ആക്കി തരുന്നു. ഞാൻ നിങ്ങൾ മുന്നിൽ നിന്നാണ് കോപ്പി പേസ്റ്റ് ചെയ്തത്. കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറയാം, ചാറ്റ് ഇട്ടാൽ മതി. അതായത് ഈ ഡാറ്റ സെലക്ട് ചെയ്തു, കോപ്പി ചെയ്തു ആൻഡ് പേസ്റ്റ് ഇറ്റ്. ഒരു 5 മിനിറ്റ് ആയി. എന്തിന് എത്ര 5 മിനിറ്റ് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും? ഇതേപോലെ കിട്ടാത്ത ആൾക്കാർ ഉണ്ടാവും ഇതിൽ ഇല്ലേ? ഫുൾ ഡാറ്റ അല്ലേ കിട്ടുന്നത് അധികം ആൾക്കാർക്ക്? അതെ, ഫുൾ ഡാറ്റ കിട്ടണം. കംപ്ലീറ്റ് റിപ്പോർട്ട് ഇട്ടുണ്ട് അല്ലേ? ആ. എനിക്ക് വേണ്ടത് ഈ ഡാറ്റ മാത്രമേ ഉള്ളൂ. ഞാൻ നിങ്ങളെ മുന്നിൽ നിന്ന് ചെയ്ത് കാണിച്ചു. ആ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യണം ഒന്നുകൂടി. സെലക്ട് ചെയ്തു, കോപ്പി ചെയ്തു, പേസ്റ്റ് ചെയ്തു. ഇവിടെ എന്തോ സംഭവിച്ചോ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ? എല്ലാവർക്കും ഇങ്ങനെ കിട്ടുക ഐ മീൻ കംപ്ലീറ്റ് ഡാറ്റ ഫുള്ളപ്പ് ചെയ്യുന്നത്? ട്രൈ ചെയ്ത് നോക്ക് പ്ലീസ്. അതെ, അത് ഫുൾ ഡാറ്റയാണ് കാണിക്കുന്നത്. ബാക്കി എല്ലാവർക്കും ഫുൾ ഡാറ്റ ആണ്. ഫുൾ ഡാറ്റ കാണിക്കുന്നു. കംപ്ലീറ്റ് ഡാറ്റ അല്ലേ? എനിക്ക് തോന്നുന്നു ഇങ്ങനെ കിട്ടിയിട്ടുണ്ടാവുക. സെലക്ട് ചെയ്യുന്നു, കോപ്പി ചെയ്യുന്നു, നിങ്ങൾ കിട്ടിയ രീതി ഇങ്ങനെ ആയിരിക്കും അല്ലേ? അതെ അതെ. യെസ്. പിക്ചർ ചെയ്യുമ്പോൾ ഇത് മാത്രം കിട്ടുന്നുണ്ട്. പിക്ചർ ചെയ്യുമ്പോൾ മനസ്സിലായില്ല? പിക്ചർ കോപ്പി ചെയ്യുന്ന സമയത്ത് ഓക്കെ, പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് പിക്ചർ അത് പിക്ചർ ചെയ്യുമ്പോൾ അത് സ്ക്രീൻഷോട്ട് മേലെ വരുള്ളൂ. എനിക്ക് ഇങ്ങനെയാണ് വേണ്ടത്. കോപ്പി ചെയ്തു, പേസ്റ്റ് ചെയ്തു. ഞാൻ രണ്ടും നിങ്ങൾ മുന്നിൽ നിന്നാണ് കാണിച്ചത്. നിങ്ങൾ കിട്ടുന്നത് കാണിച്ചു, എനിക്ക് കിട്ടുന്നത് കാണിച്ചു. നിങ്ങൾ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്നില്ല ഞാൻ ഇവിടെ ചെയ്യുന്ന കാര്യം? ഞാൻ ഒന്നുകൂടി കാണിച്ചു തരട്ടെ. രണ്ടും കാണിച്ചു തരാം. നിങ്ങൾ ചെയ്യുന്നു, ഞാൻ ചെയ്യുന്നു. ഞാൻ പുതിയ ഷീറ്റ് ആഡ് ചെയ്യുന്നു, കംപ്ലീറ്റ് ഷീറ്റ് സെലക്ട് ചെയ്യുന്നു, ഐ മീൻ ഡാറ്റ സെലക്ട് ചെയ്യുന്നു, കൺട്രോൾ C,
കൺട്രോൾ വി. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. എനിക്ക് വേണ്ടത് ആക്ച്വലി കംപ്ലീറ്റ് ഷീറ്റ് സെലക്ട് ചെയ്തു, കൺട്രോൾ സി, കൺട്രോൾ വി. നിങ്ങൾ ഒബ്സർവ് ചെയ്തു നിങ്ങള്? എയുടെ അവിടെ നിന്ന് സ്പെഷ്യലില് മാറ്റി കിട്ടൂലേ? എന്താ കല്ല് മാറ്റി ടേസ്റ്റ് പേസ്റ്റ് ചെയ്തു. സ്പെഷ്യൽ A1 അവിടെ നിന്ന് മാറ്റി പേസ്റ്റ് ചെയ്യാനുണ്ടാണ്. A1 അവിടെ നിന്ന് മാറ്റിയിട്ടോ? ഒരിക്കലും അല്ല. ഞാൻ അവിടെ നിന്ന് മാറ്റി നിങ്ങൾ എനിക്ക് ഇങ്ങനെ ആക്കണം. നിങ്ങൾ ഉദ്ദേശിച്ച് ഇവിടുന്ന് മാറ്റിയെന്ന് പറയുന്നത്? ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ടോ? പേസ്റ്റ്. അല്ല, ഞാൻ കീപാഡിൽ പ്രസ് ചെയ്യുന്ന കൺട്രോൾ സി കൺട്രോൾ വി ആണ്. ഒരു വട്ടം കൂടി കാണിച്ചില്ല, ഒന്ന് ഒബ്സർവ് ചെയ്തോളൂ എന്താ സംഭവിക്കുന്നുള്ളത്. ടേസ്റ്റ് സ്പെഷ്യലില് നോക്കുമ്പോ കിട്ടിയിരുന്നു. ഇല്ല, പേസ് എനിക്ക് കിട്ടും, അത് പിക്ചറിൽ ഇടും, അത് സ്ക്രീൻഷോട്ട് കിട്ടാം. സ്ക്രീൻഷോട്ട് അല്ല എനിക്ക് വേണ്ടത്, ഡാറ്റ വേണ്ടത്. എനിക്ക് കിട്ടിയിട്ടുണ്ട്. കിട്ടിയില്ലേ? വെരി ഗുഡ്. സി, ശ്രദ്ധിച്ചോളൂ, ഞാൻ കംപ്ലീറ്റ് സെലക്ട് ചെയ്തു. ഒബ്സർവേഷൻ നോക്കണേ. കൺട്രോൾ സി, അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ ശരിക്കും ഞാൻ കീപാഡിൽ ക്ലിക്ക് ചെയ്യാന്ന്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, കോപ്പി ഇവിടെ, മേലെ. കോപ്പി ഇതിലേക്ക് വരുന്നു, പേസ്റ്റ് വരുന്നു. കണ്ടില്ലേ? കണ്ടല്ലോ വന്നത്. ഞാൻ കീപാഡിൽ ഒന്ന് കൺട്രോൾ സി കൺട്രോൾ ചെയ്യാനാണ്. സി, ഞാനത് സെലക്ട് ചെയ്തല്ലോ. കൺട്രോൾ സി കൺട്രോൾ വി പ്രസ് ചെയ്യുന്ന ഒരു സംഭവം ചെയ്യുന്നുണ്ട്. നോക്കിയോളൂ, ഈ സ്ക്രീനിൽ ഒരു മാറ്റം ഇപ്പൊ ഒന്നും ഉണ്ടാവില്ല. ഇനി ഒരു സംഭവം പ്രസ് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുന്നുണ്ടോ? സോ ഇപ്പൊ നീ സംഭവിച്ചോ സ്ക്രീനിൽ? എന്താ സംഭവിച്ചത്? ഹൈലൈറ്റ് പോയി. ഹൈലൈറ്റ് ചെയ്ത്, അതായത് എനിക്ക് വേണ്ടത് വിസിബിൾ സെല്ല് മാത്രം സെലക്ട് ചെയ്യാനായി. സി, ഞാനിത് ബ്ലൈൻഡ്ലി സെലക്ട് ചെയ്ത് കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൽ ഹൈഡായി കിടക്കുന്നിടക്കും വരും. എനിക്ക് വേണ്ട ഈ സാധനം മാത്രം മതി. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? സെലക്ട് ചെയ്ത ശേഷം ഓൾട്ട് സെമിക്കോളം പ്രസ് ചെയ്യുക. അപ്പോൾ അത് വിസിബിൾ സെല്ല് പിന്നെ കോപ്പി പേസ്റ്റ് അടിച്ചാൽ മതി. ട്രൈ ചെയ്ത് നോക്കൂ. കിട്ടുന്നുണ്ടോ? യെസ്. യെസ്, കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇല്ല വിസിബിൾ അൽഫാൻ. സെല്ലിനെ വേണമെങ്കിൽ സെലക്ട് ചെയ്യുക, ഓൾട്ട് സെമിക്കോളം കോപ്പി ആൻഡ് പേസ്റ്റ്. ഓക്കെ, അൽഫാൻ അത് കിട്ടുന്നില്ല. കീബോർഡിന്റെ വല്ല കീയുടെ പ്രശ്നമാണോ? ഓൾട്ട് സെമിക്കോളം നിങ്ങൾ സെമിക്കോളാണോ കോളാണോ ക്ലിക്ക് ചെയ്ത് അറിയില്ല, കിട്ടേണ്ടതാണോ അത് ആക്ച്വലി? മേ ബി അത് എന്തെങ്കിലും പ്രശ്നമായിരിക്കാം, നോട്ട് ഷുവർ. അത് കിട്ടേണ്ടത് കാൾട്ട് സെമിക്കോളം ഓൾട്ട് കൺട്രോൾ അല്ല കേട്ടോ, ഓൾട്ടാണ്. അത് വിസിബിൾ മാത്രം സെലക്ട് ചെയ്യും. ഇത് വാല്യൂസ് മാത്രം നോക്കി കിട്ടില്ലല്ലോ. വാല്യൂസ് അല്ലെങ്കിൽ നമുക്ക് കൺട്രോൾ ജി ത്രൂ ചെയ്യാം. ഓക്കെ, അത് കൺട്രോൾ അത് ഗോ ടു സ്പെഷ്യൽ അല്ലേ? അവിടെ വിസിബിൾ സെൽസ് ഉണ്ടല്ലോ. ഓക്കെ, കൺട്രോൾ ജി പ്രസ് ചെയ്തുകൊണ്ട് സ്പെഷ്യൽ വിസിബിൾ സെൽസ് ഓൺലി. ഓക്കെ, സെലക്ട് ചെയ്തിട്ടല്ലേ? ഓക്കെ, കൺട്രോൾ ജി. ഓക്കെ, ഗോ ടു സ്പെഷ്യൽ വിസിബിൾ സെൽസ്. ഓക്കെ, കുറച്ച് സ്റ്റെപ്സ് കൂടും, കിട്ടാത്ത ആൾക്കാർക്ക് ഇങ്ങനെയും ചെയ്യാം കേട്ടോ. കോപ്പി പേസ്റ്റ്. ഈ നെക്സ്റ്റ് ബാക്ക് ടു നോർമലിലേക്ക് എത്തിക്കും. തേർഡ് ഷീറ്റ് ഒന്ന് റിമൂവ് ചെയ്യുക, സബ് ടോട്ടൽ ഫംഗ്ഷൻ ഒന്ന് ഡാറ്റയിൽ വന്നിട്ട് സബ് ടോട്ടൽ റിമൂവ് ഓൾ. ശരി, ഇതിൽ കുറച്ച് പോർഷൻസ് ഇപ്പം ഞാൻ എടുക്കുന്ന പോലെ തന്നെ ഈ പേയ്മെന്റ് ടൈപ്പ് ഇല്ലേ, അത് തൊട്ടിട്ട് കുറച്ച് ഒരു 5-8 റോ ഐറ്റംസ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യും. കോപ്പി ചെയ്യാം, അതായത് പേയ്മെന്റ് ടൈപ്പ് ഉണ്ട്, ഇത് വിട്ടിട്ട് ഇതുവരെ എൻഡ് വരെ ടോട്ടൽ വരെ എടുക്കാം. കോപ്പി ചെയ്യുക, നെക്സ്റ്റ് ഷീറ്റിൽ A1 A3 പേസ്റ്റ് ചെയ്യുക. A3 പേസ്റ്റ് ചെയ്തു.
ചെയ്തു. ഇതിലിപ്പം ഞാൻ അടുത്തെടുക്കാൻ വേണ്ടി പോകുന്നത് ഇപ്പം സബ് ടോട്ടൽ എന്നുള്ള ചെറിയൊരു ഫംഗ്ഷൻ പ്രീ ബിൽഡ് ചെയ്ത് വെച്ച റിബൺ ത്രൂ ആണ് ഇപ്പം കാണിച്ചത്. നെക്സ്റ്റ് ഞാൻ എടുക്കാൻ വേണ്ടി പോകുന്ന സബ് ടോട്ടൽ ഫംഗ്ഷന്റെ പേരുണ്ട് ഈക്വൽ ടു സബ് ടോട്ടൽ വെച്ചിട്ടുണ്ട്. സം നെക്സ്റ്റ് സബ് ടോട്ടൽ. അതിന്റെ ഡിഫറൻസ് നമുക്ക് എന്താ നോക്കാം. ചില കേസിൽ സമ്മിനേക്കാളും ഭയങ്കര പവർഫുൾ ആ സബ് ടോട്ടൽ. അതിന്റെ റീസൺ ആദ്യം എൻ്റെ സ്ക്രീൻ ശ്രദ്ധിക്കുക. ഫസ്റ്റ് 2 മിനിറ്റ്സിലേക്ക് ശേഷം നമുക്ക് ഒരുമിച്ച് ചെയ്യാം. അപ്പം എനിക്ക് താഴെ സമ്മ് വേണം മുകളിൽ. ഈക്വൽ ടു സം ഓപ്പൺ ബ്രാക്കറ്റ്. എല്ലാവർക്കും അറിയുന്ന സംഭവമാണ് സം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത്. സെലക്ട് ചെയ്യുന്നു. സോറി, ഈക്വൽ ടു സം ആ റേഞ്ച് സെലക്ട് ചെയ്യുന്നു. ക്ലോസ് ഈ ബ്രാക്കറ്റ്. അതുപോലെ തന്നെ ഈക്വൽ ടു സബ് ടോട്ടൽ. ഞാൻ സബ് ടോട്ടൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്പൺ ബ്രാക്കറ്റ് അടിക്കും. ഫസ്റ്റ് ആർഗ്യുമെന്റ് വയ്ക്കുക ഫംഗ്ഷൻ നമ്പറാണ്. ഈ ഫംഗ്ഷൻ നമ്പറിൽ എനിക്ക് വേണ്ട ടോട്ടലാണ്, സം ആണ് വേണ്ടത്. ഇവിടെ സമ്മിനെ റെപ്രസെന്റ് ചെയ്യുന്ന നമ്പർ ഏതതിൽ 9. 9 അല്ലേ? ഞാൻ ചൂസ് ചെയ്തിരുന്നു 9, കോമ റെഫറൻസ് ആ ചോദിക്കുന്നത്. റെഫറൻസ് ഇത് എവിടെ നിന്നാണ് എനിക്ക് ഇത് വേണ്ടത്, സമ്മ് വേണ്ടത്. ക്ലോസ് ദി ബ്രാക്കറ്റ്, എൻ്റർ. ബൈ ഡീഫോൾട്ട് ഡോൾ സൈൻ സബ് ടോട്ടൽ കിട്ടില്ല, സമ്മിൽ മാത്രം കിട്ടുള്ളൂ. അപ്പം ഞാനൊന്ന് ഫോർമുല അപ്ലൈ ചെയ്യുന്നു. ഇപ്പം ഞാൻ സമ്മും സബ് ടോട്ടലും സെയിം ടോട്ടലാണ് കിട്ടുന്നത്. സോ വാട്ട് മേക്ക് ഡിഫറൻസ് ഇസ്, ഇപ്പം ഞാൻ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഫിൽറ്റർ ബട്ടൺ അപ്ലൈ ചെയ്യുന്നു. അതിൽ ഞാൻ ക്യാഷ് മാത്രം ചൂസ് ചെയ്യുന്നു. ക്യാഷ്. ഇവിടെ എന്ത് ഡിഫറൻസ് നിങ്ങൾ കണ്ടത്? ടോട്ടൽ മാത്രം മാറി. യെസ്. മറ്റേതോ സമ്മും സബ് ടോട്ടൽ ഡിഫറൻസ് ഇപ്പം മനസ്സിലായി. സം ഉദ്ദേശിക്കുന്നത് സ്റ്റാറ്റിക് ആയിരിക്കും, സബ് ടോട്ടൽ ഡൈനാമിക് ആണ്, ഫ്ലെക്സിബിൾ ആണ്. ഫിൽട്ടർ ചെയ്യുന്ന ഡാറ്റ മാത്രം അതിന്റെ ടോട്ടൽ മാത്രം ഇവിടെ വരും. സബ് ടോട്ടൽ ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. ഇതിൽ ഞാൻ ക്രെഡിറ്റ് കാർഡ് ഓപ്പൺ ചെയ്യുന്നു. കണ്ടില്ലേ, ഇത് മാറുന്നില്ല, ഇത് മൊത്തം ടോട്ടലാണ് കാണിക്കുന്നത്. ഒന്ന് നിങ്ങൾ സൈഡിൽ നിന്ന് ചെയ്തു നോക്കൂ പ്ലീസ്. ചെയ്തു, രണ്ടും അറിയാൻ പറ്റും. നമ്മളിത് ശരി സമ്മു നമ്മളൊരു ഫോർമുല വെച്ചിട്ടല്ലേ കൊടുത്തേ, ആ D1 to D3 to D12 എന്നുള്ളത്. ആ അപ്പൊ D ബാക്കി ഇല്ലെങ്കിലും അത് മാറണ്ടേ മാറണ്ടല്ലേ? മാറണ്ടല്ലേ മീൻസ്, അതായത് ഞാൻ ഉദ്ദേശിച്ചത് അതായത് മാറില്ല. കാരണം നമ്മൾ ഫിൽട്ടർ ചെയ്തും കൊണ്ട് ചെയ്യുമ്പോൾ അതാണ് സമ്മ ഉദ്ദേശിക്കുന്ന ബാക്ക് എൻഡിലുള്ള ഹൈഡായി കിടക്കുന്നവരെ പിക്കപ്പ് ചെയ്യും. സബ് ടോട്ടൽ അങ്ങനല്ല, വിസിബിൾ സെല്ലിൽ നിന്ന് മാത്രമേ എടുക്കുള്ളൂ. ഓക്കെ. കിട്ടുന്നുണ്ടോ എല്ലാവർക്കും? കിട്ടുന്നുണ്ട്. ഓക്കെ. ഇത് കഴിഞ്ഞ ശേഷം ജസ്റ്റ് ഒന്ന് ഇത് രണ്ടൊന്ന് റോ ഡാറ്റ, ഈ 2 റോ ഒന്ന് ഡിലീറ്റ് ചെയ്യൂ. ഇതിൽ ഉൾപ്പെടാത്ത ഒരു സാധനമാണ്, മൈൻഡിലേക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോൾ മൊത്തം കാൽക്കുലേഷൻ അധികം ആൾക്കാരും സമ്മൊക്കെ ഉപയോഗിക്കും. ചില കേസിൽ നമുക്ക് സബ് ടോട്ടലും ഇതുപോലെ ഹെൽപ്ഫുൾ ആവും. ഇനി വേറെ കേസിൽ വേറൊരു ഫംഗ്ഷൻ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ആദ്യം മറ്റേത് രണ്ടൊന്ന് ഒഴിവാക്കൂ. ഇങ്ങനെ ഒരു നീറ്റായിട്ട് വെക്കൂ. A1 തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഈ ഡാറ്റ സെറ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കൂ. ഓക്കെ. ഇതിൽ ഫോർ എക്സാമ്പിൾ എനിക്ക് 10 ഉണ്ടല്ലോ, ഈ കാണുന്ന 10, ഞാൻ 10ന് പകരം 0 എന്ന് കൊടുക്കുന്നു കേട്ടോ. അല്ല സോറി, 1ന് 0ക്ക് പകരം ഞാൻ
O എന്ന് കൊടുക്കുന്നു, O ബൈ മിസ്റ്റേക്ക്. അതുപോലെ തന്നെ ഈ താഴത്തുള്ളതിനും O എന്ന് കൊടുക്കുന്നു. നിങ്ങളെ സൈഡിൽ നിന്നും ചെയ്യോ? 10 അതായത് ഒരു ടെക്നിക്കൽ എറർ കാരണം എനിക്ക് ഇങ്ങനെയാണ് കിട്ടിയത്, ഒരു ടെക്സ്റ്റ് ആയിട്ടാണ് കിട്ടിയത് എനിക്ക്. ഓക്കെ, തീർച്ചയായിട്ടും വാല്യൂ എറർ കാണിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആ വാല്യൂ പിക്ക് ചെയ്ത ന്യൂമറിക്കൽ അല്ല, അത് ലോജിക് ഇല്ലാണ്ടാണ് അത് അപ്ലൈ ചെയ്തത്, സംഭവം കിട്ടിയത്. ഇതിന്റെ ടോട്ടൽ ഞാൻ കണ്ടുപിടിക്കാൻ നേരത്ത് ഓൾട്ട് ഈക്വൽ ടു എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മൊത്തം ടോട്ടൽ കിട്ടും താഴെയുള്ള അതിന്റെ ടോപ്പ്, അല്ലെങ്കിൽ ഈക്വൽ ടു സം കംപ്ലീറ്റ് സെലക്ട് ചെയ്യുക, ക്ലോസ് ദി ബ്രാക്കറ്റ്. ഈ ഒരു സം ഫംഗ്ഷൻ അപ്ലൈ ചെയ്തിട്ടോ, ഒന്ന് അപ്ലൈ ചെയ്യുമോ നിങ്ങൾ സൈഡിൽ നിന്ന്? വാല്യൂ കിട്ടുന്നവരെ, എറർ കിട്ടുന്നവരെ. ഒന്നും കൂടെ ഒന്ന് പറയാമോ? അതായത് ഇത് കിട്ടിയോ നിങ്ങൾക്ക്? ഇല്ലല്ല. അതായത് ഒരു ക്വാണ്ടിറ്റിയിൽ നിന്നും 0 അല്ലെങ്കിൽ ഏതെങ്കിലും ന്യൂമറിക്കൽ വാല്യൂ മാറ്റി സ്പെല്ലിംഗ് ആക്കോ, ടെക്സ്റ്റ് ആക്കോ. ഇപ്പൊ കാൽക്കുലേഷൻ ഇൻകറക്റ്റ് കാണിക്കും, വാല്യൂ കിട്ടും. കിട്ടുന്നുണ്ടോ? ഓക്കെ. അല്ലേ? ഞാൻ റാൻഡംലി കാണിച്ചത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ കൊടുക്കാം. 100 ഉള്ള ഒന്ന് വേണമെങ്കിൽ I എന്ന് കൊടുക്കാം, P എന്ന് കൊടുക്കാം. ക്വാണ്ടിറ്റിയിൽ ഏതെങ്കിലും ചെറിയ വ്യത്യാസം വരുത്തിയാൽ മതി. നമുക്ക് ഈ എറർ വാല്യൂ വേണം. അപ്പൊ ഇതിന്റെ ടോട്ടൽ ഞാൻ കണ്ടുപിടിക്കുമ്പോൾ മൊത്തം ടോട്ടൽ കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും. മൊത്തം ഓവറോൾ വാല്യൂ എറർ കാണിക്കുന്നത് എല്ലാവർക്കും അങ്ങനെയാണ് കിട്ടുന്നത്. വീണ്ടും റിപ്പീറ്റ് ചെയ്യണോ? പറയാം. കിട്ടുന്നുണ്ട്, എല്ലാം കിട്ടുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പം ഇത്തരം കേസുകളും നമ്മൾ ചില ഡാറ്റ സെറ്റ് റിവ്യൂ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് വലിയ ഡാറ്റ സെറ്റ് ഒക്കെ ഉണ്ടാവും, നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന ടൈമിൽ എറർ വരാൻ ചാൻസ് ഉണ്ട്. ആ കേസിലൊക്കെ നമുക്ക് ഈ ഒരു സം ഫംഗ്ഷൻ എല്ലാം കൊടുക്കേണ്ടത്. ഈവൻ സബ് ടോട്ടലും വേണ്ട. ദിസ് എ ഫംഗ്ഷൻ കോൾഡ് അഗ്രിഗേറ്റ്. കുറച്ച് പവർഫുൾ സാധനമാണ് അത്. എൻ്റെ സ്ക്രീനിൽ ശ്രദ്ധിച്ചോളൂ. ഈക്വൽ ടു എന്നിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അഗ്രിഗേറ്റ് ഞാൻ കൊടുക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ലിസ്റ്റ് വരും. എനിക്ക് എന്താ വേണ്ടത്? ടോട്ടലാണ് വേണ്ടത് അല്ലേ? അപ്പം സമ്മിനെ റെപ്രസെന്റ് നമ്പർ 9 അല്ലേ? 9 കൊടുത്തു. കോമ ഇട്ടുണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ ചോദിക്കും, എന്ത് കണ്ടീഷനാണ് വേണ്ടതെന്നുള്ളത്. ഇതിൽ ഏത് കണ്ടീഷനാണ് ഞാൻ ചൂസ് ചെയ്യേണ്ടത് നിങ്ങൾ പറയോ? ന്യൂമറിക്കൽ വാല്യൂ മാത്രമുള്ളത് ഇവിടെ ലിസ്റ്റ് ചെയ്തില്ല കണ്ടീഷൻ. നോക്കൂ, ഒരു കണ്ടീഷൻ കാണുന്നുണ്ട് സ്ക്രീനിൽ. സിസ്റ്റം ചോദിക്കുന്നത് എത്രാമത്തെ നമ്പർ? നമ്പർ 2 ആണോ? 6 അല്ലേ? എറർ ഒഴിവാക്കണം, ഇഗ്നോർ ചെയ്യണം. ബട്ട് അതെന്താ രണ്ടാമത്തത് ഉണ്ടല്ലോ എറർ വാല്യൂസ്? അത് നെസ്റ്റഡ് സബ് ടോട്ടലാണ്. അതുപോലത്തെ നെസ്റ്റഡ് സബ് ടോട്ടൽ അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ് ഒക്കെ ആണ്. അത് ഈ എറർ വാല്യൂന്റെ കൂടെ തന്നെ കുറച്ച് അഡ്വാൻസ്ഡ് സംഭവം ഇവിടെ കാണിക്കുന്നത്. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ വാല്യൂ എറർ മാത്രമേ ഉള്ളൂ. അപ്പം ഇഗ്നോർ എറർ വാല്യൂസ് ഓപ്റ്റ് ചെയ്തു. കോമ അരേ എന്താണ്? സീരീസ് ഓഫ് റേഞ്ച്. ഇതിന്റെ ടോട്ടലാണ് വേണ്ടത്. ക്ലോസ് ദി ബ്രാക്കറ്റ്, എൻ്റർ. ഓർഡർ ചെയ്തു പോകുന്നു. മനസ്സിലായില്ല? എന്നോടാണോ? ഹലോ? അല്ല, ഓക്കെ. കിട്ടുന്നുണ്ടോ? സിൻടാക്സിൽ എന്താണ് അൽഫ ലാസ്റ്റ് ഒരു കെ ഉള്ളത്? സിൻഡെക്സില് ലാസ്റ്റ് ഒരു കെ കെ ഉണ്ട്. എന്നുള്ളത് എനിക്ക് തോന്നുന്നത്, ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അതൊരു ഓപ്ഷനിലാണ്. ട്രൈ ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഓക്കെ. താഴെയുള്ള സിൻഡെക്സിൽ റെഫറൻസ് 1 2 ഉദ്ദേശിക്കുന്നത് മൾട്ടിപ്പിൾ കോളത്തിൽ കൂടെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണത്. കോളം വൈസ്. കേസ് സോറി, ഞാൻ ട്രൈ ചെയ്ത് നോക്കിയില്ല. നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. സബ് ടോട്ടൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സബ് ടോട്ടൽ പ്യൂർട്ടിനെ അപേക്ഷിച്ചിട്ട് നിങ്ങൾക്ക് അറിയാലോ, ലിമിറ്റേഷൻസ് ഉണ്ട്. പ്യൂർട്ടാണ് ഏറ്റവും ബെസ്റ്റ് പ്യൂർട്ട്. പക്ഷെ സബ് ടോട്ടൽ ചില കേസിൽ നമുക്ക് ഹെൽപ്ഫുൾ ആവും. അതുകൊണ്ടൊരു ടോപ്പിക് ഒന്ന് കവർ ചെയ്തത് മാത്രം. അല്ലേ? എളുപ്പമുള്ള സംഭവമല്ലേ? വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നും സബ് ടോട്ടൽ. പക്ഷെ അൽഫാന അഗ്രിഗേറ്റില് സോ ബേസിക്കലി അത് ജസ്റ്റ് കറപ്റ്റ് ആയിട്ടുള്ള
ആ ഒരു സെൽസ് ഒമിറ്റ് ചെയ്യുന്നല്ലേ ഉള്ളൂ അല്ലെ? അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അത്രേ ഉള്ളൂ, പറഞ്ഞത്. അത്രേ ഉള്ളൂ. മറ്റേത് പിക്ക് ചെയ്യില്ല, സമ്മിൽ വരില്ല. ഓക്കെ. ഞാനത് പൊതുവെ വാല്യൂ ഒഴിവാക്കാനും ഹിഡൻ റോസ് അത് ഇഗ്നോർ ചെയ്യാനും വേണ്ടിയിട്ടൊക്കെയാണ് ഉപയോഗിക്കാറ്. നെക്സ്റ്റ് ലെവലൊക്കെ ഞാൻ പോയിട്ടില്ല, അത് ഉപയോഗിച്ചിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് ഒന്ന് അതിലേക്ക് പോകുന്നു. ആ സമ്മിന്റെ നമ്പർ എല്ലാം സ്റ്റാൻഡേർഡ് അല്ലേ, മാറില്ലല്ലോ അത് ഇല്ല ഒരിക്കലും? ഈ നെക്സ്റ്റ് ഞാൻ അയച്ച ലുക്കപ്പിന്റെ ആ ഷീറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യോ, വി ലുക്കപ്പ് ആൻഡ് എക്സ് ലുക്കപ്പ്. ചെയ്തു, ഓപ്പൺ ചെയ്തല്ലേ? ഓക്കെ. ഇതില് ഞാൻ ഓപ്പണായി ചോദിക്കുന്നത്, ഇത് എന്തായാലും ബേസിക് ഒന്ന് എടുക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും. പക്ഷെ എന്നിട്ട് ചോദിക്കുന്നത്, ഈ ലുക്കപ്പ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇത് ഇവർക്ക് ഞാൻ വോക്കിൽ അപ്ലൈ ചെയ്തിട്ടില്ല. ഒന്ന് ഓപ്പണായിട്ട് ചാറ്റിലിടോ, ഓപ്പണായി പറയാം പ്ലീസ്. ചെയ്തിട്ടുണ്ട്, പക്ഷെ അപ്പോഴേ എറർ ഉണ്ടാവും. അല്ല അത് ഓക്കെ ഫൈൻ. ഇത് ഇവർക്കും ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആരെങ്കിലും ഉണ്ടോ ഇതില്? ഞാൻ എന്തായാലും സ്ക്രാച്ച് ചെയ്യുന്ന തുടങ്ങാം. ഓക്കെ, നസ്രുദ്ദീൻ, യെസ്, സംഗമ, ഓക്കെ ഫൈൻ. മീ, ഓക്കെ ഫൈൻ. ജോൺ, ഓക്കെ, 3 പേര്. നെക്സ്റ്റ് ഞാൻ ചോദിക്കുന്നത്, ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും ലോജിക്ക് കിട്ടിയിട്ടില്ല. റിസൾട്ട് ഇടാറുണ്ട് പക്ഷെ ലോജിക്ക് ഇപ്പോഴും കൺഫ്യൂഷനാണ്. എനിവൺ? ഓക്കെ ഫൈൻ, ഹസീന, ഓക്കെ. ഓക്കെ, ചെയ്യാറുണ്ട്. പക്ഷെ അതിനെക്കാളും കുറച്ച് നെക്സ്റ്റ് ലെവൽ ടിപ്സ് ആൻഡ് ട്രിക്സിലാണ് ഞാനിത് അറ്റൻഡ് ചെയ്യുന്നത്. ഒരു അഡ്വാൻസ് ലെവൽ ടിപ്സ് ആൻഡ് ട്രിക്സ് ഫ്രീക്വന്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അതിന്റെ അപ്പുറത്തേക്ക് എന്തെയോ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. ആരെങ്കിലും ഉണ്ടോ ഇതിൽ? യെസ്, റഹനാസ്, ഞാൻ എക്സ്പെക്ട് ചെയ്തു. ഓക്കെ, അഫ്ല, ഗ്രേറ്റ്. ഓക്കെ, നമുക്ക് നോക്കാം. എനിവേസ് ഇതിൽ ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. ഞാൻ ഫസ്റ്റ് ബേസിക് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഡിസ്കഷൻ വരാം, അതേപോലെ തന്നെ ഡൗട്ട്സ് വരാം. ചെയ്യുന്ന ആൾക്കാർക്കും നമുക്കത് ഡിസ്കസ് ചെയ്തുകൊണ്ട് അത് ക്ലിയർ ചെയ്യാം. ആദ്യം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രം ദി സ്ക്രാച്ച്. തീരെ ചെയ്യാത്ത ആൾക്കാർ ഒരു 3-4 പേരുണ്ട്. ഒന്ന് ഫോക്കസ് ചെയ്യാം, എന്നിട്ട് അതിന്റെ ശേഷം നമുക്ക് നെക്സ്റ്റ് ലെവൽ വൺ ബൈ വൺ പോവാം. ഓക്കെ, വി ലുക്കപ്പ്, വി വേർട്ടിക്കൽ ലുക്കപ്പ്. അതായത് നമുക്കൊരു ചെറിയൊരു കേസ് സ്റ്റഡി നോക്കാം. ഇപ്പം ലെഫ്റ്റ് സൈഡ് കാണുന്ന ഒരു ഡാറ്റ സെറ്റ്, ഞാനിപ്പോൾ ഒരു HR ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യാന്ന് വിചാരിക്കുക, ഒരു HR കോർഡിനേറ്റർ ആയിട്ട്. എൻ്റെ ഒരു വൺ ഓഫ് ദി ടാസ്ക് ഉദ്ദേശിക്കുന്നത് ടു മെയിൻറ്റെയിൻ ദ എംപ്ലോയി ഡാറ്റ സെറ്റ്. എൻ്റെ ഫേമിൽ വർക്ക് ചെയ്യുന്ന ലിസ്റ്റ് ഓഫ് ആൾക്കാർ, എംപ്ലോയി നമ്പർ കാണാം, എംപ്ലോയി നെയിം കാണാം, ഡെസിഗ്നേഷൻ കാണാം, ഡിപ്പാർട്ട്മെന്റ് കാണാം. ശ്രദ്ധിക്കണേ, ഈ കറക്റ്റ് സ്റ്റോറി ഒന്ന് ആദ്യം നല്ല ഒബ്സർവ് ചെയ്യുക, പിന്നെ റിക്വയർമെന്റ് ഒബ്സർവ് ചെയ്യുക, എന്നിട്ട് തന്നെ ആൻസറിലേക്ക് കിടക്കാം. അപ്പം ഞാനിവിടെ കീപ്പ് ചെയ്തുകൊണ്ട് നിൽക്കാം കേട്ടോ, ഈ 3 സംഭവം കറക്റ്റായിട്ട്. പെട്ടെന്ന് എനിക്കൊരു മെയിൽ വന്നു എൻ്റെ HR ഹെഡിൽ നിന്നും. ബൈ ഗിവിംഗ് റാൻഡം എംപ്ലോയി നമ്പർ, എനിക്ക് ലിസ്റ്റ് ഓഫ് എംപ്ലോയി നമ്പർ ഒരു 4-5 എംപ്ലോയി നമ്പർ തന്നിട്ട് പറഞ്ഞു, ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് എനിക്ക് എന്ത് വേണം? എംപ്ലോയി നെയിമും ഡിപ്പാർട്ട്മെന്റും. അതായത് ഈ എംപ്ലോയി നമ്പർ ആരുതാണ്, ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നുള്ളത്. എനിക്കിപ്പോൾ വി ലുക്കപ്പ് അറിയിട്ടില്ലെങ്കിൽ, ബേസിക് എക്സൽ നോളജ് ആണെങ്കിൽ, ചെറിയ ഡാറ്റ സെറ്റ് ആണെങ്കിൽ റാൻഡംലി നോക്കിയാൽ മതി, കോപ്പി പേസ്റ്റ് ചെയ്യാം. അതുമല്ലെങ്കിൽ Ctrl+F വെച്ചും കൊണ്ട് ഫൈൻഡ് ചെയ്തും കൊണ്ട് അങ്ങനെയും കോപ്പി പേസ്റ്റ് ചെയ്യാം. പക്ഷേ ജസ്റ്റ് ഇമാജിൻ, ഇതൊരു 1000 എബോ ലൈൻ ഐറ്റംസ് ഉണ്ട്. റാൻഡംലി എനിക്ക് കിട്ടിയത് ഒരു 250 റാൻഡം നമ്പറാന്ന് വിചാരിക്കുക. അപ്പം മാനുവലി ചെക്ക് ചെയ്യലും Ctrl+F വെച്ച് ഫൈൻഡ് ചെയ്യലും കുറച്ച് ടാസ്ക് ആയിരിക്കും. അപ്പം അതുകൊണ്ട് ഞാൻ എന്താക്കുന്നു, വി ലുക്കപ്പ്, വേർട്ടിക്കൽ ലുക്കപ്പ് ഞാൻ അപ്ലൈ ചെയ്യുന്നു. അതായത് വേർട്ടിക്കലി എനിക്ക് തന്ന ഡാറ്റയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് മാച്ചിങ് ഡാറ്റാബേസിൽ എടുക്കാം. അപ്പം സിമ്പിൾ ലോജിക് അപ്ലൈ ചെയ്താൽ മതി. ആ സ്റ്റെപ്സ് വേണമെങ്കിൽ സ്ലോലി നോട്ട് ചെയ്യാം, തീരെ ചെയ്യാത്ത ആൾക്കാർ. ഞാൻ എന്താക്കുന്നു,
റൈറ്റ് സൈഡ് ഒരു ടെംപ്ലേറ്റ് ബിൽഡ് ചെയ്തു, മാനേജറിന് അയച്ചു കൊടുക്കണം. എംപ്ലോയി നമ്പർ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് എന്ത് വേണ്ടത്? എംപ്ലോയി നെയിമും ഡിപ്പാർട്ട്മെന്റും വേണ്ടത്. ഇതുവരെ ക്ലിയർ ആണോ? ഫസ്റ്റ് ടൈം ആൾക്കാരോട് ചോദിക്കുന്നുണ്ടോ? ക്ലിയർ അല്ലേ? യെസ്. യെസ്, ഗ്രേറ്റ്. അപ്പം ഞാൻ ഇവിടെ ടെംപ്ലേറ്റ് ബിൽഡ് ചെയ്തു. ഇനി നിങ്ങൾ പറയൂ, എനിക്കിവിടെ റിസൾട്ട് വേണം, അല്ലെ? എംപ്ലോയി നെയിം വേണം, ഡിപ്പാർട്ട്മെന്റ് വേണം. ഇവിടെ ഞാൻ ഈക്വൽ ടു VLOOKUP അപ്ലൈ ചെയ്യുന്നു. ഇതിൽ കാണിക്കുന്ന 4 ആർഗ്യുമെന്റ്സ് ഇൻഡെക്സ് ഉണ്ട്, അല്ലെ? ഈ 4 ഫോർ എക്സാമ്പിൾ ഓപ്പൺ ബ്രാക്കറ്റ് ഇടുമ്പോൾ 4 കാര്യമാണ് സിസ്റ്റം ചോദിക്കുന്നത്. ലുക്കപ്പ് വാല്യൂ, ടേബിൾ അറേ, ഒന്ന് മ്യൂട്ട് ചെയ്യണേ പ്ലീസ്, കോളം ഇൻഡെക്സ് നമ്പർ, റേഞ്ച് ലുക്കപ്പ്. ഈ 4 ഒരു ടെക്നിക്കൽ ടേം ആയതുകൊണ്ട് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവാം. കുറച്ച് നേരത്തെ ഞാൻ ചോദിച്ചു, ചെയ്യുന്നുണ്ട്, ലോജിക് ഇല്ല, അതും കൺഫ്യൂഷനുള്ള ആൾക്കാരുണ്ടാവും. ലുക്കപ്പ് വാല്യൂ സിംപ്ലി മീൻസ്, ലുക്കപ്പ് വാല്യൂ ഉദ്ദേശിക്കുന്നത് എന്താ അറിയാം? ഇനി നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നമ്മളിവിടെ എന്താ കണ്ടുപിടിക്കുന്നത്? എംപ്ലോയി എംപ്ലോയി നെയിം, എംപ്ലോയി നെയിം എഗെയിൻസ്റ്റ് വാട്ട്? എംപ്ലോയി നമ്പർ. അതാണ് ലുക്കപ്പ് വാല്യൂ, അല്ലെ? എംപ്ലോയി നെയിം അല്ല. ഞാനിതാ സെലക്ട് ചെയ്തു, വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ. സിമ്പിൾ ആണ്. ലുക്കപ്പ് വാല്യൂ മീൻസ് നമ്മൾ എന്താണോ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നത്, എന്തിന്റെ എഗെയിൻസ്റ്റ്, അതാണ് ലുക്കപ്പ് വാല്യൂ. കാരണം നോട്ട് ചെയ്യാൻ കാരണം നിങ്ങൾക്ക് ടെസ്റ്റ് ഉണ്ടാവും ഇതിൽ ഇപ്പൊ തന്നെ. ഈ കേസിൽ ഞാൻ F2 സെലക്ട് ചെയ്തു, അതായത് അവർ തന്ന റാൻഡം ലിസ്റ്റ്, അല്ലെങ്കിൽ ഇവിടെ നിന്നല്ല സെലക്ട് ചെയ്യേണ്ടത്. കോമ, ടേബിൾ അറേ, ശ്രദ്ധിച്ചു കേട്ടോ. ലുക്കപ്പ് വാല്യൂകൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ടേബിൾ അറേ, ഈ അറേ എന്ന് ഉദ്ദേശിക്കുന്നത് ടെക്നിക്കലി ഗ്രൂപ്പ് ഓഫ് ഡാറ്റയ്ക്ക് പറയുന്നതാണ്. അപ്പൊ ഇവിടെ ഗ്രൂപ്പ് ഓഫ് ഡാറ്റ എവിടെയുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ടേബിൾ അറേ എന്താണ്? ഗ്രൂപ്പ് ഓഫ് ഡാറ്റ എവിടെയുള്ളത് ആക്ച്വലി? ടേബിളിൽ ഇവിടെ എംപ്ലോയി ലെഫ്റ്റിലല്ലേ? ലെഫ്റ്റില്. ഇപ്പൊ നമ്മളെ ഫോക്കസ് ഇതിലേക്കായിരിക്കണം. ഇപ്പൊ ടേബിൾ അറേ ഉദ്ദേശിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കൺഫ്യൂഷൻ ഉള്ള ആൾക്കാർക്കും ഹെൽപ്ഫുൾ ആവും. ഇതിപ്പോ എങ്ങനെ സെലക്ട് ചെയ്യേണ്ടത്? ഈ ഏരിയയാണ് കുറച്ച് കോംപ്ലിക്കേഷൻസ് അല്ല, കൺഫ്യൂഷൻ ഉണ്ടാവാറ്. ടേബിൾ അറേ എന്ത് ബേസിലാണ്? കംപ്ലീറ്റ് ഡാറ്റ സെലക്ട് ചെയ്യണോ, അല്ലെങ്കിൽ അല്ലെങ്കിൽ എംപ്ലോയി നെയിം അല്ല, എംപ്ലോയി നെയിം മാത്രം സെലക്ട് ചെയ്യണോ? അല്ല, സിമ്പിൾ ആണ്. ടേബിൾ അറേ എന്നുള്ള സംഭവം ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? തൊട്ട് മുന്നേ ലുക്കപ്പ് വാല്യൂ അല്ലേ? ആ ലുക്കപ്പ് വാല്യൂ ഏത് കോളത്തിലുള്ളത്? ഇവിടെ അല്ലേ? ഉം. എംപ്ലോയി നെയിം. അത് തൊട്ട് നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്? റിസൾട്ട് എന്താ വേണ്ടത്? നെയിമും എംപ്ലോയി ഡിപ്പാർട്ട്മെന്റ്. നെയിമും ഡിപ്പാർട്ട്മെന്റ്. എംപ്ലോയി നെയിം ആണ് ഈ സെല്ലിൽ നെയിം. വേണ്ടത്. യെസ്, നെയിം. സെലക്ട് ചെയ്യുന്നു. ഇതാണ് എന്ത്? ടേബിൾ അറേ. ഈ കേസിൽ ഇപ്പൊ നിങ്ങൾ പറയാണ് എനിക്ക് ഡിപ്പാർട്ട്മെന്റ് വേണ്ടത്. അപ്പൊ അങ്ങനെ സെലക്ട് എന്ത് പേരാ സെലക്ട് ചെയ്യേണ്ടത്? എയും ഡി. A to D. ഈ കേസിൽ എനിക്ക് A to B ആ വേണ്ടത്. ഞാൻ എന്താക്കുന്നു? കോമൺ. ഞാൻ കംപ്ലീറ്റ് ഞാൻ സെലക്ട് ചെയ്തിട്ടോ. ഇപ്പൊ ഇതില് എക്സ്പേർട്ടുള്ള കുറച്ച് പ്രോ ലെവൽ ആൾക്കാരുണ്ടാവും. അവർ ചോദിക്കും എന്തുകൊണ്ട് ഇത് ലോക്ക് ചെയ്തിട്ടില്ല എന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. ആ ലോക്കിങ്ങിനെ പറ്റി ഏത് സിനാരി ഞാൻ കറക്റ്റ് പറഞ്ഞിട്ടോ. ആദ്യം ബേസ് ഒന്ന് ബിൽഡ് ചെയ്യപ്പെടട്ടെ. ഞാൻ കോമ ഇട്ടുണ്ടെങ്കിൽ അടുത്ത ആർഗ്യുമെന്റ് സിസ്റ്റം ചോദിക്കും COL ഇൻഡെക്സ് നമ്പർ, കോളം ഇൻഡെക്സ് നമ്പർ. ഒരു നമ്പറാ ചോദിക്കുന്നത്, 1 2 3 4 എന്നുള്ളത്. അപ്പൊ നിങ്ങൾ എന്താക്കണം? ഞാൻ നേരത്തെ ടേബിൾ അറേ സെലക്ട് ചെയ്തപ്പോൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തു, ഇതിന് F2. അതേപോലെ തന്നെ അടുത്ത കോളം ഇൻഡെക്സ് നമ്മൾ ഇൻസെർട്ട് ചെയ്യുന്ന മുന്നേ തൊട്ട് മുന്നേ ഉള്ള ടേബിൾ അറേ ഡിപ്പെൻഡ് ചെയ്യണം. ഇതിൽ എത്രാമത്തെ കോളത്തിൽ നമ്മൾ റിസൾട്ട് ഉള്ളത്? സെക്കൻഡ്. അല്ലേ? സെക്കൻഡ് അല്ലേ? എനിക്ക് ആൻസർ വേണ്ട ഫ്രഷേഴ്സിനോട് കേട്ടോ. ഐ മീൻ ഇതിലേക്ക് ഈ ടോപ്പിക് ഫസ്റ്റ് ആയിട്ട് കേൾക്കുന്ന സെക്കൻഡ് അല്ലേ? 1 2 റൈറ്റ്. 2 കോമട്ടിന്റെ അടുത്ത സിസ്റ്റം ചോദിക്കുകയാണ് അപ്രോക്സിമേറ്റ് മാച്ച്, എക്സാക്ട് മാച്ച്. എനിക്കിത് എക്സാക്ട്ലി മാച്ച് ആവണം. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഡൗട്ട് ഉണ്ടാവും, പ്രത്യേകിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്. അപ്രോക്സിമേറ്റ് മാച്ച് ഏത് സിറ്റുവേഷനിലാണ്? അതിലേക്ക് നമുക്ക് എടുക്കാം. ആദ്യം ഒരു ബേസ് ബിൽഡപ്പ് ചെയ്യാം. അപ്പൊ എക്സാക്ട്ലി മാച്ച് വേണം. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആ ബുള്ളിയനാണ് ഫോൾസ് എന്നുള്ളത്. അപ്പൊ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോൾസ് എന്ന് വരും. ചില ആൾക്കാർ ഫോൾസിന് 0 ഉപയോഗിക്കാറുണ്ട്. അത് ഏത് കേസിലാണ് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഞാൻ ക്ലോസ് ബ്രാക്കറ്റ് അടിക്കുന്നു, എൻ്റർ ചെയ്യുന്നു, ഡ്രാഗ് ചെയ്യുന്നു. നിങ്ങളെ സൈഡിൽ നിന്ന് ഒരു 5-7 മിനിറ്റോ ടൈം എടുത്തോളൂ. ആദ്യം ഇത് ഫില്ല് ചെയ്താ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് റെഫറൻസിന്. എംപ്ലോയി നെയിം ഡിപ്പാർട്ട്മെന്റ് ഒന്ന് ഫുൾഫിൽ ചെയ്യൂ പ്ലീസ്, ക്വിക്കായിട്ട്.
ചെയ്യുന്ന ആൾക്കാർ, ഐ മീൻ സ്പെഷ്യലി ആദ്യം ചെയ്യുന്ന ആൾക്കാർ ആൻസർ ചെയ്യട്ടോ പ്ലീസ്. എന്നിട്ട് അടുത്തേക്ക് എടുക്കാം. സ്ലോ ആയാലും കുഴപ്പമില്ല. കിട്ടുന്നുണ്ടല്ലോ? ഏതെങ്കിലും ആർഗ്യുമെന്റ്സ് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കുക. ക്ലിയർ ആണോ? അത് 4 ബേസിക് സംഭവം എടുത്തത് ക്ലിയർ ആണോ? ഹലോ. യാ, ചോദിച്ചു. ആ ഇവിടെ നമ്മൾ ഫസ്റ്റ് വി ലുക്കപ്പ് ഞാൻ ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ് നോക്കുമ്പോ ആ എ ടു ഡി ഒരു മിനിറ്റ്, ആണോ നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഓക്കെ, നിങ്ങൾ പറഞ്ഞോളൂ. ഓക്കെ ഓക്കെ ലുക്കപ്പ് വാല്യൂ ഇതിൽ എന്താണ് ആക്ച്വലി? നിങ്ങൾ പറയൂ. ഡിപ്പാർട്ട്മെന്റ് നസ്രുദ്ദീൻ, എംപ്ലോയി 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 നമ്പർ എംപ്ലോയി നമ്പറാ? എന്തുകൊണ്ട് എംപ്ലോയി നമ്പർ ചൂസ് ചെയ്തു? എംപ്ലോയി നമ്പറിന്റെ അഗേൻസ്റ്റ് ആണല്ലോ നമുക്ക് വെരി ഗുഡ്. കിട്ടണ്ടേ. ഓക്കെ, നെക്സ്റ്റ്. ടേബിൾ ആർ എന്താ സെലക്ട് ചെയ്ത് നിങ്ങൾ? ടേബിൾ എ അഗെയിൻസ്റ്റ് ഡി. യെസ്, എംപ്ലോയി നമ്പർ തൊട്ട് എ ടു ഡി വരെ സെലക്ട് ചെയ്തു. യെസ്. അതെ. പിന്നെ കോളം ഇൻഡെക്സ് നമ്പറോ? കോളം ഇൻഡെക്സ് നമ്പർ എന്ന് പറയുമ്പോൾ 4 ഓസം. ദെൻ എക്സാക്ട് മാച്ച്. എക്സാക്ട് മാച്ച്. യെസ്. ഈ റിസൾട്ട് കിട്ടുന്നുണ്ടോ? അല്ല അല്ല, എനിക്കെന്ത് പ്രശ്നം വെച്ചാൽ ഞാനിത് ഫുള്ള് സെലക്ട് ചെയ്തപ്പോൾ ഇതിന്റെ ഫോർമുല റോങ് ആണെന്ന് ആ തോന്നുന്നു. ഓക്കെ ഓക്കെ. അല്ല 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 അല്ല, കറക്റ്റ് നിങ്ങൾ പറഞ്ഞത്. ലോജിക് ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ടോ? സ്പെഷ്യലി ഫ്രഷേഴ്സ് അല്ലേ? ഓക്കെ. ഇതാണ് ബേസിക് പിവോട്ട് ടേബിൾ മെത്തേഡ്. കുറച്ച് മുന്നേ ഞാൻ ചോദിച്ചു, കുറച്ച് ആൾക്കാർക്ക് ഒരു വെർബലി പറഞ്ഞു ഇപ്പോഴും കൺഫ്യൂഷൻ ആവാറുണ്ട്. അവരെ അതാണ് ഈ സംഭവത്തിൽ ഫിക്സ് ചെയ്ത കുറച്ചെങ്കിലും കൺഫ്യൂഷൻ ഏരിയ. അത് നമ്മുടെ അൽഫാൻ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ലുക്കപ്പ് വാല്യൂ ഉണ്ടല്ലോ, ആ ഇതിപ്പം നമുക്കിപ്പം നമുക്ക് എല്ലാ സമയത്തും ഇതുപോലെ അതിൽ സ്ട്രക്ചർഡ് ആയിട്ട് ഡാറ്റ ഉണ്ടാവണമെന്നില്ലല്ലോ അല്ലേ? അപ്പം ഓക്കെ. ഈ അപ്പം ആ സമയത്തൊക്കെ ഈ എഗെയിൻസ്റ്റ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് എന്താ എടുക്കേണ്ടത് ഇപ്പൊ നമ്മുടെ അതെ, അഗേൻസ്റ്റുള്ള കോൺസെപ്റ്റ് നിങ്ങൾ എന്താക്കുക, ലുക്കപ്പ് വാല്യൂ ഇവിടെ ഈ സംഭവം ഇല്ലെങ്കിൽ ഈ എഗെയിൻസ്റ്റിന്റെ അവിടെ നിങ്ങൾ ഡബിൾ കോട്ടിൽ ആ വാല്യൂ ഇട്ടാൽ മതി. ഓക്കെ ലുക്കപ്പ് വാല്യൂ അപ്പൊ ഇതിൽ ഉണ്ടാവണമെന്നില്ല. ഇത് ടെക്സ്റ്റ് ആണല്ലോ ആക്ച്വലി. CTM/ അതേപോലെ ഉണ്ടാവണം, മാത്രം ഡബിൾ കോട്ട് ഇട്ട് ക്ലോസ് ചെയ്താൽ മതി. ലുക്കപ്പ് എടുക്കുമ്പോൾ കറക്റ്റ് കിട്ടും. ഓക്കെ. ഇത് അൽഫാൻ, നമുക്ക് ഈ വി ലുക്കപ്പിന്റെ ബേസിക് ആയിട്ട് എന്തൊക്കെയാണ് നമ്മൾ കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? ബേസിക് ആയിട്ട് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതായത് നമ്മൾ ലുക്കപ്പ് വാല്യൂ എന്തായാലും എന്താന്നുള്ളത് അത് എന്തിന്റെ ബേസിലാണ് എടുക്കുന്നുള്ളത് ഞാൻ പറഞ്ഞു. അത് സ്ട്രക്ചർ ആവണമെന്നില്ല, ഡബിൾ കോഡ് ഇട്ടാൽ മതി. ഈ സംഭവം അതായത് ടേബിൾ ആണ് ക്രൂഷ്യൽ പാർട്ട്. ടേബിളറെ നിങ്ങൾക്ക് ആ ലോജിക്ക് കിട്ടിയോ, എളുപ്പമായി. ബാക്കി പിന്നെ ടേബിളറിന്റെ ബേസിലാണ് നമ്മൾ ഈ എണ്ണം, ഐ മീൻ കൗണ്ട് എടുക്കുന്നത്, ഏത് കോളത്തിലാണെന്നുള്ളത് റിസൾട്ട്. പിന്നെ ഫോൾസ്. ഓക്കെ, നമുക്കിപ്പോ 7th ടേബിളിലേക്കാണ് വേണ്ടതാണെങ്കിൽ നമ്മൾ A to 7th കോളം ആകുമ്പോൾ F വരെ അങ്ങനെ അങ്ങനെയാണ് സെലക്ഷൻ ചെയ്യേണ്ടത് നമ്മൾ? എക്സാക്ട്ലി. അതായത് ഇപ്പൊ ഞാൻ പറയാണ്, എനിക്ക് വേണ്ടത് ഇപ്പൊ കോളം നമ്പർ ജെയിലാണെങ്കിൽ ജെ വരെ സെലക്ട് ചെയ്യണം. ഉടനെ സ്റ്റാർട്ട് ചെയ്യേണ്ട അറിയോ? നിങ്ങളെ ലുക്കപ്പ് വാല്യൂ എന്താണ് അത് വിട്ടിട്ട്, അല്ലെങ്കിൽ മൊത്തമല്ല. ഇപ്പൊ ലുക്കപ്പ് വാല്യൂ എംപ്ലോയി നെയിമാണ് കണ്ടുപിടിച്ചെങ്കിൽ അത് തൊട്ടിട്ടാണ് ജെ വരെ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പം അപ്പം നമ്മൾ നോർമലി ജെ എന്നൊക്കെ പറയുമ്പോൾ 10th കോളത്തിലാണ് വരാം. A to J എന്ന് കൗണ്ട് ചെയ്ത് 10 പക്ഷേ ഈ കേസിൽ എത്ര വരാം? 9 ആയിരിക്കും വരാം, കാരണം ഫസ്റ്റ് കോളം എക്സ്ക്ലൂഡ് ചെയ്തല്ലോ. ഓക്കെ, മനസ്സിലായല്ലേ? നമുക്ക് കുറച്ച് കേസും കൂടി ചെയ്തു നോക്കാം. ഒന്ന് ഞാൻ ചോദിച്ചോളൂ. ഒരു മിനിറ്റ്, എനിക്ക് ആക്ച്വലി കൺഫ്യൂഷൻ വരുന്നത് നമ്പർ നമ്മൾ ഡിഫൈൻ ചെയ്യില്ലേ, ഇൻഡെക്സ് നമ്പർ. അപ്പോ അവിടെയാണ് കൺഫ്യൂഷൻ വരുന്നത്. നമ്മൾ സെലക്ട് ചെയ്യുന്നത് മുതലാണോ നമ്മൾ കൗണ്ട്? യെസ്, പറഞ്ഞുതരാം. അത് സിമ്പിൾ കേസാണ്. ഇപ്പോൾ ഞാൻ ഒന്ന് ഡിലീറ്റ് ചെയ്യുന്നു കേട്ടോ. ഞാൻ ഡിപ്പാർട്ട്മെന്റ് മാത്രം വെക്കുന്നു. ഈക്വൽ ടു ബി ലുക്കപ്പ്
ഓക്കെ, നമുക്ക് രണ്ട് കേസ് നോക്കാം. ഒറ്റ സെക്കൻഡ്, ഈ കൺഫ്യൂഷൻ ഞാനൊന്ന് റെഡിയാക്കി തരാം. എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുക, ഇവിടെ സ്റ്റക്ക് ആവുന്നുള്ളത് ക്ലിയർ ആയി. ഇപ്പൊ See, നമ്മളിപ്പോ എ കോളം എക്സ്ക്ലൂഡ് ചെയ്ത് ബി മുതൽ അങ്ങോട്ട് സെലക്ട് ചെയ്തിട്ട് അതെ, ആ അങ്ങനെ വരുന്ന സമയത്ത് ആ കോളം ഇൻഡെക്സ് നമ്പർ ഉണ്ടല്ലോ, അപ്പൊ നമ്മൾ സെലക്ട് ചെയ്തത് മുതലാണോ അതല്ല അതെ സ്റ്റാർട്ട്? ഞാൻ ക്ലിയർ ചെയ്ത് തരാം. കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ എന്റെ ഞാൻ സ്ക്രീൻ ഞാനൊന്ന് ചോദിച്ചും കൂടെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാമോ? ആ നിങ്ങൾ ഉദ്ദേശിച്ച ഇൻഡെക്സ് മാച്ചിന്റെ അല്ലേ, കോളം നമ്പറിന്റെ അല്ലേ നിങ്ങൾ പറഞ്ഞത്? അതെ അതെ അതന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തരാ. നമുക്കൊരു കേസ് നോക്കാം, സി നോക്കിയോളൂ. അതിലേക്ക് ഞാൻ പറഞ്ഞു, നിങ്ങളിപ്പോൾ ചോദിച്ച ആ സ്പെഷ്യൽ കേസിലേക്ക് വരുന്നത്, അടുത്തേക്ക് പോവാം. ഇപ്പൊ ഞാനിപ്പോ ഈ കേസിൽ ഫസ്റ്റ് ഇത് എനിക്ക് രണ്ട് ടാസ്ക് തന്നു. എംപ്ലോയി നമ്പറിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഡിപ്പാർട്ട്മെന്റ് വേണം, എംപ്ലോയി നെയിമിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഡെസിഗ്നേഷനും വേണം. ഓക്കെ, ഇപ്പൊ നമ്മൾ റൂൾ അനുസരിച്ചിട്ട് സി ഈക്വൽ ടു വി ലുക്കപ്പ്. ഈ കേസിൽ ലുക്കപ്പ് വാല്യൂ നമുക്കറിയാം ഇതാണെന്നുള്ളത്, കോമ ടേബിൾ അറേ എന്ന് പറയുമ്പോൾ നമ്മുടെ ലുക്കപ്പ് വാല്യൂ കണ്ടുപിടിച്ചില്ല തൊട്ട് മുന്നേ. അതാണ് നമ്മൾ ടേബിൾ അറേ ഫോക്കസ് ഇതിലേക്കാണ് വേണ്ടത്. അവിടുന്ന് ലുക്കപ്പ് വാല്യൂ തൊട്ടിട്ട് നമ്മൾ എന്താണോ കണ്ടുപിടിക്കുക ഡിപ്പാർട്ട്മെന്റ് വരെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഈ എൻ്റെ കേഴ്സൺ തൊട്ടടുത്തത് അവിടെ ഒരു പ്രിവ്യൂ കണ്ടില്ല, 4C എന്ന് പറഞ്ഞിട്ട് ഫോർത്ത് കോളം അല്ലെ. കോമഡ് ഒന്നും 4 ഇൻസേർട്ട് ചെയ്തു, ക്ലോസ് ദി ബ്രാക്കറ്റ്, എക്സാക്ട് മാച്ച് ഇടുന്നു, എനിക്കവിടെ റിസൾട്ട് കിട്ടി. ഇതേപോലെ തന്നെ അടുത്തത് നോക്കാം. ഈക്വൽ ടു വി ലുക്കപ്പ്, ലുക്കപ്പ് വാല്യൂ സെലക്ട് ചെയ്തു, കോമ. ഇതിൽ എങ്ങനെയായിരിക്കും ഇത് നിങ്ങൾ പറഞ്ഞാൽ മതി, എങ്ങനെയായിരിക്കും ഇത് എടുക്കേണ്ടത് നമ്മളെ റൂൾ അനുസരിച്ചിട്ട്. ലുക്കപ്പ് വാല്യൂ ഇതിലെന്താ, എംപ്ലോയി നെയിം, എംപ്ലോയി നെയിം തൊട്ട് ഏതുവരെ സെലക്ട് ചെയ്യേണ്ടത്? ഡെസിഗ്നേഷൻ റിസീവർ, ഡി വരെ സെലക്ട് ചെയ്തു അല്ലേ? അല്ല സി വരെ സെലക്ട് ചെയ്തു അല്ലേ? ഇതല്ലേ സെലക്ട് ചെയ്തില്ലേ? കോമ ഇട്ടിട്ട് ഇനി നിങ്ങളെ ഫോക്കസ് ഇല്ലേ, ഇതാണ് നിങ്ങളെ ഡാറ്റ സെറ്റ്. ഈ റെഡ് കളർ ഉണ്ടല്ലോ, ഇതിൽ എത്രാമത്തെ കോളത്തിലാണ് നമ്മുടെ റിസൾട്ട് ഉള്ളത്? രണ്ടാമത്തെ. 2, 3 അല്ല വരെ കേട്ടോ. ഓക്കെ, അതാണ് അതിന്റെ ലോജിക്. ക്ലിയർ ആണോ? ഓക്കെ. സിമ്പിൾ. ആക്ച്വലി അതായിരുന്നു ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. യെസ്. അതായത് നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞത് ക്രൂഷ്യൽ, നേരത്തെ അഭിലാഷ ചോദിച്ചു തോന്നുന്നു ഏത് ഏരിയ ഫോക്കസ്. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, സെലക്ട് ചെയ്യേണ്ട ഏരിയ ക്രൂഷ്യൽ ഇമ്പോർട്ടൻറ്റ് ടേബിൾ. ആ ടേബിൾ അറിയേണ്ട ബേസിലായിരിക്കും ബാക്കി റിസൾട്ട് ഉണ്ടാവുക. ടേബിൾ അറേ സെലക്ട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അടുത്ത കോളം ഇൻഡെക്സ് നമ്പർ കൊടുക്കേണ്ട സമയത്ത് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഇതാണ് നിങ്ങളുടെ ഡാറ്റ സെറ്റ്. ഇപ്പുറത്തുള്ള സംഭവമില്ല. ഇതിൽ എത്രാമത്തെ കോളത്തിലാണ് അതാ നോക്കേണ്ടത്. ഇപ്പൊ ഞാൻ എങ്ങനെ നോക്കാൻ ഇത് ടേബിൾ അറേ ഡിപ്പാർട്ട്മെന്റാണ് വേണ്ടത്. അപ്പൊ എത്രാമത്തെ കോള? 4ാമത്തെ കോളല്ല, 2ാമത്തെ കോള. മനസ്സിലായിണ്ടോ? ഓക്കെ. ഒരു ഡൗട്ട്. യാ, മുമ്പേ ലുക്കപ്പ് വാല്യൂ ഡബിൾ കോട്ടിൽ എന്തോ ഇടുന്ന കാര്യം പറഞ്ഞില്ല, എന്നാ ഒന്ന് പറയോ? ഡബിൾ കോഡിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ്. ഇപ്പം ഞാൻ പറയാണ് എനിക്കിപ്പോൾ ആകാശ് അല്ലെങ്കിൽ ഈ ഒരു നമ്പർ, ഒരു പർട്ടിക്കുലർ നമ്പർ വേണമെന്ന് വിചാരിക്കുക. പിന്നെ ഈ നമ്പറിൻ്റെ ബേസിലായിരിക്കണം എനിക്കിത് വേണ്ടത്. ഞങ്ങളുടെ ഈ നമ്പർ, ഒറ്റ സെക്കൻഡ് ഞാൻ ഇങ്ങനെ ചെയ്യാം. അതിനെക്കുറിച്ച് എളുപ്പത്തെ രീതിയിൽ ചെറിയൊരു എക്സാമ്പിൾ കാണിക്കാം. നെയിം, അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് A, B, C, D, F, G. ഡിപ്പാർട്ട്മെന്റ് അക്കൗണ്ട്സ് ആൻഡ് സെയിൽസ്, ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ, HR, മാനേജ്മെന്റ്. വളരെ സിമ്പിളായ ചെറിയ ഡാറ്റ സെറ്റ് ആട്ടോ. ഇതില് ഇപ്പം എനിക്ക് ബീന്റെ ബേസിൽ ബീനെ അഗെയിൻസ്റ്റ് ആയിട്ട് ആരാന്നുള്ളത് അറിയണം ഈ സെല്ലിൽ. അപ്പം ഈക്വൽ ടു വി ലുക്കപ്പ്, അതിൽ ലുക്കപ്പ് വാല്യൂ ബി ആണെന്ന് അറിയാം, എനിക്ക് വേറെ സെല്ലൊന്നുമില്ല. അത്തരം കേസിൽ ഡബിൾ കോട്ടിൽ ബി എന്നിടുന്നു, കോമ ടേബിൾ അറേ കംപ്ലീറ്റ് സെലക്ട് ചെയ്തു, കോമ 2, കോമ എക്സാക്ട് മാച്ച്. മനസ്സിലായോ? അതായത് നേരത്തെ അഭിലാഷ് ചോദിച്ചു അത്തരം സ്ട്രക്ചേർഡ് അല്ലാത്ത കേസിൽ എങ്ങനെ ചെയ്യാമെന്നല്ല അഫ്ല, അതാ ചോദിച്ചത് മൂപ്പര്.
പക്ഷേ ഈ കേസിൽ ഒരു സിംഗിൾ കോളത്തിലൊക്കെ എന്ന് പറയുമ്പോൾ റയർ കേസിലേ വരുള്ളൂ, ബട്ട് സ്റ്റിൽ പറയാണ് നമുക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കണമെങ്കിൽ ഡബിൾ കോഡിൽ ഇട്ടാൽ ടെക്സ്റ്റ് ആയതുകൊണ്ട് കേട്ടോ. ഓക്കെ, ഓക്കെ. ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ചെയ്തിരുന്നേ. ഇപ്പോൾ ഇപ്പം ഞാൻ ബേസ് ലെവലാണ് ഇപ്പോൾ എടുത്തു കഴിഞ്ഞത്. അതേപോലെ തന്നെ ഞാനിപ്പോൾ എംപ്ലോയി നമ്പർ ഇവിടെ ഇടുന്നു. ഓക്കെ, അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഇടും. ഒന്നിന്റെ സ്ക്രീൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇത് കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എല്ലാവരോടും ഉള്ള. ഈ ഇതിൽ ഞാൻ റാൻഡംലി കുറച്ച് നമ്പർ ഇടുന്നു. ഇതിന് അഗേൻസ്റ്റ് എനിക്ക് വേണം ഈക്വൽ ടു വി ലുക്കപ്പ് സെലക്ട് ചെയ്തു, കോമ ടേബിൾ വരെ എംപ്ലോയി നമ്പർ ഇട്ടിട്ട് ഏത് വരെ ഡിപ്പാർട്ട്മെന്റ് അല്ലേ, കോമ 4 കോമ. ഇതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഫോൾസിന് പകരമായിട്ട് അല്ലെങ്കിൽ ഈ കോമക്ക് ശേഷം ബ്ലൈൻഡ്ലി 0 ഇട്ട് ക്ലോസ് ചെയ്യാറുണ്ട്. റിസൾട്ട് കിട്ടും. ഇത് എത്ര പേര് 0 ഇട്ട് ക്ലോസ് ചെയ്യാറുണ്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ? 0 to ക്ലോസ് ചെയ്യാറുണ്ട്. വേറെ ആരെങ്കിലും 0 ഇട്ട് ക്ലോസ് ചെയ്യാണ് പൊതുവെ പതിവ്? ആരെങ്കിലും ഉണ്ടോ ഇതിൽ? ഞാനും ചെയ്യാറുണ്ട്. അത് ഫോൾസിന് പകരമാണെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങള് ഇടാറ്. ഓക്കെ, അതല്ലേ? അതെന്താ ആക്ച്വലി 0 എന്തുകൊണ്ട് 2 3 4 5 എന്നിട്ട് ഇടാ? എന്തുകൊണ്ട് 0ന്റെ ലോജിക് എന്താ? അത് 1ഉം നോർമലി 0 ഫോൾസ് ആയിട്ടും യാ 1 ട്രൂ അല്ലേ? എക്സാക്ട്ലി. ചില ആൾക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ. നോക്കിയോളൂ, അറിയാത്ത ആൾക്കാർ. ആക്ച്വലി അത് ബുള്ളി എന്ന് പറയും, ഫോൾസ് ആൻഡ് ട്രൂ. സോ ഫോൾസ് ട്രൂ, അത് എനിക്കൊന്ന് കോഡിങ്ങിൽ ബിടെക് കഴിഞ്ഞ ആൾക്കാർക്ക് ഇത് പെട്ടെന്ന് കിട്ടും. 10 10 ഈക്വൽ ടു ഫോൾസ് പ്ലസ് 10 10 ഈക്വൽ ടു ട്രൂ പ്ലസ് 10 11. സോ ഫോൾസ് ഈക്വലി എന്തായിരിക്കും? 0 0. ട്രൂ ഈക്വലി 1 1. അപ്പൊ അതുകൊണ്ട് നമുക്കിത് 0 ഇട്ടിട്ട് ഈ ഫോൾസ് എന്നുള്ളതിന് ഇടണ്ട കേട്ടോ. ഫോൾസ് സെലക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, 0 ഇട്ടാലും ക്ലോസ് ചെയ്യാം. 1 എപ്പോഴാണ് ട്രൂ അപ്രോക്സിമേറ്റ് മാച്ച്, അത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കുള്ളൂ. ഏത് സിറ്റുവേഷൻ ആണ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഫോൾസ് ക്ലോസ് ഈ ബ്രാക്കറ്റ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഇടാം. ഓക്കെ, ഒന്ന് ജസ്റ്റ് നിങ്ങൾ സീറ്റിൽ നിന്ന് ഒന്ന് റാൻഡംലി കുറച്ച് എംപ്ലോയി നമ്പർ ഉണ്ടല്ലോ ഒന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് 4-5 എംപ്ലോയി നമ്പർ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കും. അതേപോലെ തന്നെ ഈ ഒരു പാറ്റേണിൽ എനിക്ക് എന്ത് വേണം, ഈ ഹെഡിങ് വേണം. ഇങ്ങനെ ടെംപ്ലേറ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കും പ്ലീസ് എല്ലാവരും. ചെയ്ത് വെച്ചു, ചെയ്ത് വെച്ചാൽ പറയണേ, ഞാൻ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ചെയ്തു. ചെയ്തു അല്ലേ? ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ്, ഇവിടെ ലിസ്റ്റ് ചെയ്ത എംപ്ലോയി നമ്പർ സെയിം എംപ്ലോയി നമ്പർ ആവണമെന്നില്ല കേട്ടോ. ഒരു 5-6 റാൻഡംലി സെലക്ട് ചെയ്ത് വെച്ചാൽ മതി. ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് എനിക്ക് റിസൾട്ട് എംപ്ലോയി നെയിം വേണം, ഡെസിഗ്നേഷൻ വേണം, ഡിപ്പാർട്ട്മെന്റ് വേണം. ഇതിലിരിക്കുന്ന അധികം ഇപ്പോൾ 17 ആൾക്കാരും നിങ്ങൾ ഈസി ആയിട്ട് ഞാൻ നേരത്തെ ട്രെയിനിങ് ചെയ്ത് പഠിപ്പിച്ച രീതിയിൽ റിസൾട്ട് കിട്ടും. എങ്ങനെ കിട്ടുക? ഓരോ സെല്ല് സെലക്ട് ചെയ്യുന്നു, വീൽക്കും അപ്ലൈ ചെയ്യുന്നു, റിസൾട്ട് ഇവിടെ ഡ്രാഗ് ചെയ്യുന്നു, കിട്ടും. അടുത്ത സെല്ല് വീണ്ടും അപ്ലൈ ചെയ്യുന്നു, അടുത്ത സെല്ല് വീണ്ടും അപ്ലൈ ചെയ്യുന്നു. 3 വട്ടം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും, കിട്ടുക. ആണോ അല്ലേ? അങ്ങനല്ലേ പൊതുവെ ചെയ്യാറ്? യെസ് യെസ്. എനിക്ക് വേണ്ടത് ഓൾ ഓഫ് യു ശ്രദ്ധിക്കുക, എനിക്ക് വേണ്ടത് ഒരു സിംഗിൾ എഫേർട്ടിൽ ലോജിക് ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. സിംഗിൾ എഫേർട്ട്, അതായത് G2 എന്നുള്ള സെല്ലിൽ VLOOKUP ഫംഗ്ഷൻസ് അപ്ലൈ ചെയ്തിട്ട് എൻഡ് ആവല്ലോ. ഫോർ എക്സാമ്പിൾ ഞാൻ നോക്കും, VLOOKUP എന്നുള്ള ഫംഗ്ഷൻ പൊതുവെ ഞാൻ ചെയ്യുമ്പോൾ സെലക്ട് ചെയ്യുന്നു, റേഞ്ച് സെലക്ട് ടേബിളെ സെലക്ട് ചെയ്തു 2,0. എൻ്റെ ആകുമ്പോൾ എനിക്ക് ഈ സെല്ല് മാത്രം ഫുൾഫിൽ ആയത്. എനിക്ക് നിങ്ങളെ സൈഡിൽ നിന്ന് വേണ്ടത് എൻഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡെസിഗ്നേഷനും ഡിപ്പാർട്ട്മെന്റും വേണം. അപ്പം നിങ്ങൾ വിചാരിക്കും ഡ്രാഗ് ചെയ്താൽ പോലെ, ഡ്രാഗ് ചെയ്യണ്ട. അത് ഒരു 10-20 കോളം വിചാരിക്കുക, ഡ്രാഗ് ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള സംഭവം. ഇത് എൻ്റർ ചെയ്തിടം തന്നെ ഡെസിഗ്നേഷനും ഡിപ്പാർട്ട്മെന്റും ഓട്ടോമാറ്റിക്കലി റിസൾട്ട് വേണം. ഒരു 10 മിനിറ്റ് ടൈം വരാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു പ്ലീസ്. നിങ്ങൾ ലോജിക് ഒന്ന് അപ്ലൈ ചെയ്തു.
Nice. ഒരു 5 മിനിറ്റ് കൂടി പ്ലീസ്. മൂന്ന് പേര് കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, നോക്കാം. ഈ ചെയ്ത ആൾക്കാർ റഹന, സുമയ്യ, ശ്രീജ, ഹരി, അതെങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ജസ്റ്റ് ഒന്ന് നിങ്ങളെ സൈഡിൽ നോക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കേസിൽ പേസ് ചെയ്ത് പറഞ്ഞു. ഈക്വൽ ടു വി ലുക്കപ്പ്, ദെൻ പറയാം. All data എംപ്ലോയി table നമ്പർ select സെലക്ട് ചെയ്യാം. ഓക്കെ, എംപ്ലോയി ഐ ഡി. ഓക്കെ. ദെൻ അറേ. and അരെ ലുക്കപ്പ് enter എൻ്റെ ഷീറ്റ് ആണോ? enter table ഓക്കെ, കോമ. യാ, കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. then ഓക്കെ, 2 ഓക്കെ, 234. 234. 2, 3, 4. Close with curly bracket, then 0 and click open. Yes, awesome. See, ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. താങ്ക് യു രാനാസ്. സി, നമ്മുടെ ഇപ്പോൾ കീബോർഡിൽ ക്ലോസ് ടു 40 സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ്
എന്താ പറയുക, ബ്രാക്കറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ആസ്റ്റിക് സൈൻ ഉണ്ട്, അതുപോലെ തന്നെ ബാക്ക് സ്ലാഷ് ഉണ്ട്. അപ്പോൾ ഈ എക്സലിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ബ്രാക്കറ്റാണ്, ഐ മീൻ നോർമൽ ഈ ഒരു ബ്രാക്കറ്റ്. പക്ഷേ ഇവിടെ തന്നെ നമുക്ക് സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ട്, അത് ഓപ്ഷണൽ ബ്രാക്കറ്റ് ആണ്, അത് എക്സ് ലുക്കപ്പ് എടുക്കുമ്പോൾ പറയാം. അതുപോലെ തന്നെ കേളി ബ്രാക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ അത് ഈ ഒരു സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒക്കെ ചില കേസിലൊക്കെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള നമുക്ക് റിസൾട്ട് തരും. ഫോർ എക്സാമ്പിൾ ഈ കേസിൽ തന്നെ നോക്കൂ, എനിക്ക് വേണ്ടത് കംപ്ലീറ്റ് റിസൾട്ട് അറ്റ് എ ടൈം ഇവിടെ കിട്ടണം. സോ ഈക്വൽ ടു വി ലുക്കപ്പ് വാല്യൂ ദിസ് കോമ ദ ടേബിൾ അറേ ബൈ ഡീഫോൾട്ട് കംപ്ലീറ്റ് സെലക്ട് ചെയ്യണം. കാരണം നമുക്ക് അറ്റ് എ ടൈം ബാക്കിയുള്ള കോളത്തിന്റെ റിസൾട്ട് ഇവിടെ ജനറേറ്റ് ആവണം. അല്ലേ, കംപ്ലീറ്റ് സെലക്ട് ചെയ്യുന്നു, കോമ കോളം ഇൻഡെക്സ് നമ്പർ. ഇതിൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും, ഇവിടെ എന്ത് നമ്പറാണ് കൊടുക്കുന്നത്. നേരത്തെ ഒരു ലോജിക്ക് പ്രകാരമല്ലേ കൊടുത്തത്, ഇന്ന് തൊട്ട് ഇന്ന് വരെ. ഇതിൽ അതിന്റെ ആവശ്യമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ട് വേണ്ടത് എംപ്ലോയി നെയിം ഡെസിഗ്നേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിന്റെ കോളം കാണിക്കുന്നത് 2, 3, 4 ആണ്. അപ്പോൾ ഗ്രൂപ്പ് ഓഫ് കോളം റെഫറൻസിന് സ്ട്രൈറ്റ് നമ്പറിന് കൊടുക്കുന്നതിന് പകരം കേളി ബ്രാക്കറ്റിലാണ് കൊടുക്കേണ്ടത്. 2, 3, 4 ക്ലോസ് വിത്ത് കേളി ബ്രാക്കറ്റ്, കോമ എക്സാക്ട് മാച്ച് ക്ലോസ് ബ്രാക്കറ്റ്. ഈ റിസൾട്ട് ചിലയിൽ എററേക്കും കിട്ടാം. ഇത് ഒറിജിനൽ ലേറ്റസ്റ്റ് വേർഷനിൽ റിസൾട്ട് കിട്ടുള്ളൂ. ട്രൈ ചെയ്ത് നോക്കും, പഴയ വേർഷനിൽ കിട്ടില്ല. പിന്നെ താഴത്തേക്ക് ഡ്രാഗ് ചെയ്താൽ മതി. ഞാൻ റൈറ്റിലേക്ക് ഡ്രാഗ് ചെയ്തേ. റൈറ്റിലേക്ക് ഡ്രാഗ് ചെയ്യാണ്ടായി കിട്ടണം എന്ന് ഞാൻ പറഞ്ഞത്. ഓ ശരി. അത് പിന്നെ എന്തായാലും കിട്ടും, കാരണം റെഫറൻസ് പിക്ക് ചെയ്യും. അല്ല, എൻട്രി ചെയ്യുന്നതിന് മുമ്പ് റൈറ്റിലേക്ക് ഡ്രാഗ് ചെയ്തു. എനിക്ക് മനസ്സിലായി. അത് ഇല്ലാണ്ട് എൻ്റർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. മറ്റേ ശരി ശരി. റൈറ്റിലേക്ക് ഡ്രാഗ് ചെയ്ത കേസ് എനിക്ക് മനസ്സിലായി, നിങ്ങൾ കോളം ഇൻഡെക്സ് നമ്പർ ഒന്ന് മാത്രമേ ഇട്ടുണ്ടാവുള്ളൂ. അതെ. പിന്നെ അത് ഓട്ടോമാറ്റിക്കലി ഡ്രാഗ് ചെയ്യുമ്പോൾ പിക്ക് ചെയ്യും റെഫറൻസ്. ഓക്കെ. ഹലോ. യാ ഇപ്പൊ നമ്മൾക്ക് ഒരു 3 കോളം 4 കോളംസ് ഉള്ളൂ. ഒരു 100 കോളംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഇതിട്ട് കൊടുത്താൽ മതി. ഏറ്റവും ബെസ്റ്റ് ഇതല്ലേ. നമുക്ക് ഇനി അഥവാ കോളംസ് ഡെസിന് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇവിടുന്ന് തന്നെ ഇപ്പോൾ ഞാൻ 2 ഉള്ളത് 4 ആക്കി, ഇത് 2 ആക്കി, റിസൾട്ട് വരുന്ന നോക്കൂ, സ്വിച്ച് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും. കണ്ടില്ലേ, ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ പറഞ്ഞ 100 കോളത്തിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ഇതല്ലേ. അങ്ങനല്ല ഞാനെല്ലാം ചോദിച്ചേ, നമ്മൾ 2, 3, 4 എന്ന് പറഞ്ഞ എംപ്ലോയി നെയിം ഡെസിഗ്നേഷൻ ഡിപ്പാർട്ട്മെന്റ്, നമുക്ക് ടോട്ടൽ 4 കോളംസ് ഉണ്ട്. n നമ്പർ ഓഫ് കോളംസ് വരികയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മളോട് ഫീഡ് ചെയ്യണം. എന്നാലേ കിട്ടുള്ളൂ. ഓക്കെ ഓക്കെ, ശരി ശരി. പിന്നെ അത് മാത്രമല്ല, ഞാൻ വേറൊരു മെത്തേഡ് ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ ഇപ്പം ഈ ഒരു കേസിൽ നമ്മൾ വലിയൊരു ഡാറ്റ സെറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ഇങ്ങനെ സെലക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ആദ്യം എന്താക്കുക, ഇത് ടേബിളൊക്കെ ഞാൻ കൺവേർട്ട് ചെയ്യാണ്. ഒരു പേര് ഞാൻ കൊടുക്കുക. ഫോർ എക്സാമ്പിൾ എൻ്റെ പേര് ഞാൻ ഫീഡ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു, ഈക്വൽ ടു വി ലുക്കപ്പ് വാല്യൂ ദിസ് കോമ ടേബിളർ എന്താക്കണം, എൻ്റെ പേര് കൊടുത്താൽ മതി. കണ്ടില്ലേ, പിന്നെ അതായി. മാനുവൽ സെലക്ട് ചെയ്യണ്ട, മനസ്സിലായില്ലേ. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങളെ പേര് കൊടുത്തുകൊണ്ട്. അത് എനിക്ക് എറർ വരുന്നു, സ്പില്ലർ. അത് നിങ്ങൾക്ക് വേർഷന്റെ പ്രശ്നമാണ്, ലേറ്റസ്റ്റ് വേർഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. എല്ലാ വേർഷനും അത് കിട്ടില്ല. ലേറ്റസ്റ്റ് വേർഷൻ ആണോന്ന് ചോദിച്ചാൽ ആണോ, ലേറ്റസ്റ്റ് വേർഷനാ 19, ഐ മീൻ 365 മതി. 365 എന്റർപ്രൈസോ? എന്റർപ്രൈസ് വേർഷനാണ്. ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം, നോക്കട്ടെ. ഒരു മിനിറ്റ്. നമുക്ക് നോക്കാം. കാണുന്നുണ്ടോ? സ്പില്ലർ സ്പില്ലർ കിട്ടാൻ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ഡിലീറ്റ് ചെയ്തോളൂ, എങ്ങനെ? ഒന്ന് കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്തോളൂ.
ഓക്കെ. കംപ്ലീറ്റ് ഡാറ്റ ഡിലീറ്റ് ചെയ്തോളൂ. Yeah. ഒന്ന് കൺട്രോൾ സെറ്റ് അടിക്കോ? ഒന്ന് കൺട്രോൾ സെറ്റ് അടിക്കോ? സെക്കൻഡ്. ഒന്നുകൂടി കൺട്രോൾ സെറ്റ് അടിക്കോ? 2 2 3 4. അതൊന്ന് ഡിലീറ്റ് ചെയ്യോ കംപ്ലീറ്റ്? നോക്കട്ടെ, ഒന്നുകൂടി നോക്കട്ടെ, ഒന്ന് ട്രൈ ഒന്ന് പ്ലീസ്. ഞാൻ ഫോർമുല നോക്കിയായിരുന്നു. ഡിലീറ്റ് ചെയ്തോളൂ. ട്രൈ ചെയ്തോളൂ. ഈക്വൽ ടു എങ്ങനെ കൊടുത്തത്? ഓക്കെ. വേറെ ഒന്നും സബ്മിഷൻ നേരത്തെ എന്താ അറിയില്ല. ഓക്കെ, ശരി. അൽഫാൻ മുമ്പ് പറഞ്ഞ പോലെ 100 കോളംസ് ഉള്ളപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യണം മാനുവലി. ചെയ്യണം, എന്നാലും റെഫറൻസ് കിട്ടുള്ളത് ചെയ്യണം എന്നാണ്. യെസ്, ലോജിക് അനുസരിച്ച്, മറ്റത് കിട്ടില്ല. ആ ടേബിൾ എങ്ങനെ ഫീഡ് ചെയ്യാം? അവിടെ ജസ്റ്റ് ടേബിൾ നെയിം ഫീഡ് ചെയ്താൽ മതി മതി ഇക്വേഷനിൽ. മതി 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 പേര് കൊടുത്താൽ മതി. അപ്പൊ അത് കംപ്ലീറ്റ് ആയിട്ട് പിക്ക് ചെയ്യും. പിന്നെ കോളം ഇൻഡെക്സ് നമ്പർ ബ്രാക്കറ്റിൽ 2, 3, ടേബിൾ നെയിം ടേബിളിന്റെ പേരോട് കൊടുത്തിട്ട് എൻ്റർ ചെയ്താൽ മതി. പിന്നെ അത് നിങ്ങൾ റെഫർ ചെയ്യുന്ന പേര്, നിങ്ങൾ ഇതിലേക്ക് ഞാൻ പേര് കൊടുക്കുമ്പോൾ കംപ്ലീറ്റ് ഡാറ്റ സെറ്റ് ആണ് റെഫർ ചെയ്യുന്നത്. അത് ഈ കേസിൽ മാത്രം ഹെൽപ്ഫുൾ ആവുള്ളേ, മറ്റേത് ആവില്ല. മറ്റേത് നമ്മൾ മാനുവലി നമ്മൾ സെലക്ട് ചെയ്യുന്ന ടേബിൾ ആര് കേസിൽ കംപ്ലീറ്റ് ഡാറ്റ എടുക്കുന്നത്. ഈ കേസിൽ നമുക്ക് ഹെൽപ്ഫുൾ ആവും അല്ലേ? ഓക്കെ അല്ലേ? ക്ലിയർ ആയോ? കിട്ടുന്നുണ്ടോ ഓൾ ഓഫ് യു? ചെയ്ത് നോക്കണോ? വെയിറ്റ് ചെയ്യണോ? അല്ലെങ്കിൽ സ്ലോലി വി ലുക്കപ്പിന്റെ അടുത്തേക്ക് പോണോ? പറയാം. ടേബിൾ ഇതിന്റെ ആയി, പക്ഷെ ആ ഫോർമുല ആഡ് ചെയ്യുമ്പോൾ ഒരു ടേബിൾ കിട്ടുന്നില്ലല്ലോ. ഫോമിൽ എങ്ങനെ നിങ്ങൾ പേര് കൊടുക്കണത്? ഓക്കെ, ഒന്ന് കാണിക്കാവോ? ഇത് ഞാൻ ടേബിളിൽ കൺവേർട്ട് ചെയ്തു. പേര് ഞാൻ ഇവിടെ കൊടുത്തില്ലേ? പിന്നെ ഞാൻ പേര് കൊടുത്തു. ഓക്കെ, അൽഫ എന്നാണ് പേര്. ഈക്വൽ ടു വി ലുക്കപ്പ് വാല്യൂ ദിസ് കോമ ടേബിൾ ആര് ഇനി എന്തൊക്കെ അൽഫ എന്ന് ഇവിടെ വന്നിട്ടുണ്ടാവും, കണ്ടില്ലേ? ഇതാണ് ടേബിൾ. ഓക്കെ ഓക്കെ. ഇൻ ബിറ്റ്വീൻ ആരോ ഒന്ന് ഡൗട്ട് ചോദിച്ചു? ആരായിരുന്നു? നമ്മളെ കോളം നമ്പർ ഇപ്പം 234 നമ്മതിന്റെ പാറ്റേൺ 432 എന്നൊക്കെ ചേഞ്ച് ചെയ്തെങ്കിൽ ഒന്നുകൂടി പറയാ, സോറി. നമ്മളിപ്പം കോളൻ ഇൻഡെക്സ് നമ്പർ ഇല്ലേ, ആ ആ ആ അതാണല്ലോ നമ്മൾ ഓപ്പൺ പാരാന്തസിന്റെ അകത്ത് അതെ കൊടുക്കുന്ന 234. അതെ നമ്മൾ 432 എന്ന് കൊടുത്തു കഴിഞ്ഞെങ്കിൽ നമുക്ക് വാല്യൂസ് എറർ വരില്ലേ? പിന്നെ കിട്ടും. പക്ഷെ ഹെഡിങ് മറ്റേ തന്നെ കിട്ടും അവിടെ ഉണ്ടാവുക. വാല്യൂസ് എങ്ങനെ സ്വിച്ച് ചെയ്യാം? ഓക്കെ ഓക്കെ. ഇപ്പൊ ഞാനിതാ ഫോർ എക്സാമ്പിൾ 3,3,3 കൊടുത്താൽ കംപ്ലീറ്റ് ഡിപ്പാർട്ട്മെന്റേക്ക് ഇവിടെ വരാം. സോറി, ഞാനത് ക്ലോസ് ചെയ്തില്ല. കംപ്ലീറ്റ് ഡിപ്പാർട്ട്മെന്റേക്ക് അവിടെ വരാം, കണ്ടില്ലേ? ഓക്കെ, മീൻസ് സെയിം വാല്യൂ തന്നെ എല്ലാ ഫീൽഡും അവിടെ വരും. അതെ അതെ അതെ, കറക്റ്റ്. നമുക്ക് സ്വിച്ച് ചെയ്യാം. ഓക്കെ, ഒന്ന് ടേബിള് ചെയ്തതിലൊക്കെ ഒന്ന് കൺവേർട്ട് ചെയ്യും, നോർമൽ റേഞ്ചിലൊക്കെ ആക്കിയുള്ളൂ. ടേബിൾ റിമൂവ് ചെയ്യും. ഇതിൽ ഓൾമോസ്റ്റ് ഒരു 10 റോ ഐറ്റംസ് മാത്രം വെക്കുക, ബാക്കിയെല്ലാം ഡിലീറ്റ് ചെയ്യുക. 10th വരെ വെക്കുക, ബാക്കി ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് ഇവിടെ വെക്കേണ്ടത് എംപ്ലോയി നമ്പറും നെയിമും മാത്രം വെക്കാം. എംപ്ലോയി നമ്പർ ആൻഡ് നെയിം വെക്കുക.
ഞാനിവിടെ ഇൻസേർട്ട് ചെയ്ത നെയിം എംപ്ലോയി നമ്പർ ഉണ്ടല്ലോ, ഇതേ സ്റ്റൈലിൽ എന്താക്കണം, സെറ്റ് ചെയ്ത് വെക്കാം പ്ലീസ്. ഒന്ന് റെഡി ആയിട്ട് പറയൂ കേട്ടോ. ഇതേ ഓർഡറിലാവണേ, നമ്പർ സെയിം ആവണേ. ഇനി ശ്രദ്ധിച്ചോളൂ, ഞാനിപ്പോൾ ഇവിടെ എംപ്ലോയി നെയിം എനിക്ക് ഇതിന്റെ അഗേൻസ്റ്റ് വേണം. സ്ക്രീൻ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ ടാസ്ക് തരാണ്, ഈക്വൽ ടു വി ലുക്കപ്പ്. ഓക്കെ, ഇതിൽ സ്പെഷ്യലി എന്താ പറയുക, ഫസ്റ്റ് ടൈം ചെയ്യുന്ന ആൾക്കാർ, കൺഫ്യൂഷൻ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള ടാസ്ക്കാണ്. ഈക്വൽ ടു വി ലുക്കപ്പ്, ഞാൻ ലുക്കപ്പ് വാല്യൂ സെലക്ട് ചെയ്യുന്നു, കോമ. പൊതുവേ ഞാനിപ്പോൾ ഇങ്ങനെയല്ല സെലക്ട് ചെയ്യാറ്, നമ്മുടെ ടേബിളറെ കംപ്ലീറ്റ് സെലക്ട് ചെയ്യും അല്ലേ, അത് ടിൽ എൻഡ് വരെ സെലക്ട് ചെയ്യുന്നത്. ഇവിടെ എൻഡ് വരെ സെലക്ട് ചെയ്യാനുള്ള പ്രശ്നം എന്താ അറിയുക, പിന്നെ താഴത്തേക്കുള്ള എം ടി സ്പേസ് കംപ്ലീറ്റ് ഇതിനായിട്ട് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്കങ്ങനെ വേണ്ട, എനിക്ക് ഡാറ്റ സെറ്റ് മാത്രം കിട്ടണം. ഓക്കെ, ഇങ്ങനെ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന് റിസൾട്ട് ജനറേറ്റ് ചെയ്യും. ടേബിളറെ കംപ്ലീറ്റ് സെലക്ട് ചെയ്യേണ്ട, ഫുൾ ഫ്ലെഡ്ജിൽ ഡേറ്റ മാത്രം സെലക്ട് ചെയ്താൽ മതി. എന്നിട്ട് റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കും. കംപ്ലീറ്റ് കിട്ടുന്നുണ്ട്, പക്ഷെ ചിലത് എറർ വരുന്നു. മനസ്സിലായില്ല? ഡാറ്റ കിട്ടുന്നുണ്ട്, പക്ഷെ ചിലത് എറർ വരുന്നു. ഈ 001 066 ആണ് എറർ കാണിക്കുന്നത് അതെ, അല്ലേ? അത് ഇയാൾക്ക് അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത് അല്ലേ? നമുക്ക് എന്താ സംഭവിച്ചു നോക്കാം. സി ഈക്വൽ ടു വി ലുക്കപ്പ് വാല്യൂ ദിസ്, കോമ, ടേബിളറെ ഞാൻ കംപ്ലീറ്റ് ഇങ്ങനെ ഡാറ്റ മാത്രം സെലക്ട് ചെയ്യുന്നു, കോമ 2, 0 ക്ലോസ് ബ്രാക്കറ്റ്. ഇനി അത് താഴത്തേക്ക് അടുത്ത ഡ്രാഗ് ചെയ്യും, അത് കിട്ടുന്നുണ്ട്, നെക്സ്റ്റ് കിട്ടുന്നുണ്ട്, പക്ഷെ ബാക്കി രണ്ടെണ്ണം പ്രശ്നം വരും. ഇങ്ങനെ പ്രശ്നം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? സിമ്പിളാണ്. ഈ എറർ കിട്ടുന്ന സെല്ല് സെലക്ട് ചെയ്യുക, F2 പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾ എന്തെങ്കിലും അബ്നോർമാലിറ്റി എവിടെയും കാണുന്നുണ്ടോ? സെലക്ഷൻ ഏരിയ എവിടെയെങ്കിലും ഡിസ്ക് ലൊക്കേറ്റ് ആയിട്ടുണ്ട് സെലക്ഷൻ. ഒന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട് അല്ലേ? 001 ഇതിന്റെ ഭാഗമായിട്ടില്ല അല്ലേ? അതെ, അതേപോലെ 0066 നോക്കിയപ്പോ വീണ്ടും ഒന്നും കൂടി ഇറങ്ങിപ്പോയിട്ടുണ്ട് അല്ലേ? ഈ ഏരിയയുള്ള ടേബിൾ അറിയുള്ള ആൾക്കാരല്ല ഇവിടെ കിട്ടുക. പക്ഷെ സിദാൻ ടി വി ഇതാ ഇവിടെ വന്നിട്ടുണ്ട്, നെക്സ്റ്റ് ശിവമൂർത്തി വന്നിട്ടുണ്ട്. എന്നാലും ഒരു ഹെഡിങ് ഒന്നും താഴ്ക്കുന്ന ഇറങ്ങിപ്പോയിട്ടുണ്ട്. അടുത്ത ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്നും കൂടി ഇറങ്ങി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? താഴത്തേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ ഇങ്ങനെ 1 ബൈ 1 ആ ഇത് നോക്കിയോളൂ. സെലക്ട് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ഹെഡിങ് അടക്കം വന്നിട്ടുണ്ട്. നെക്സ്റ്റ് നോക്കൂ, ഹെഡിങ് പോയി ഒന്ന് ഇറങ്ങി, വീണ്ടും ഇറങ്ങി,
അങ്ങനെ ഇറങ്ങുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് ഒരു പക്ഷേ ഇതിന്റെ ഭാഗം അല്ലാണ്ടാവാം. അതാണ് ഇവിടെ പറ്റിയത്. അതെന്താ വിഷയം പറഞ്ഞുതരാം. ഇത് നോട്ട് ചെയ്തോ നിങ്ങൾ എന്താ സംഭവിച്ചെന്നുള്ളത്. ഇത് എന്തുകൊണ്ട് വന്നില്ല ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഒബ്സർവ് ചെയ്തു സംഭവം എന്താന്നുള്ളത് ഇവിടെ. യെസ്. യെസ്, ഇത് ആക്ച്വലി ഈ ഒരു റേഞ്ച് അഥവാ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല. അതാണ് നേരത്തെ നമുക്ക് ഇങ്ങനെ കിട്ടിയത്. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ കൊടുക്കാം. ഇതൊരു ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആട്ടോ ഞാൻ ഇപ്പോൾ എടുക്കാൻ വേണ്ടി പോകുന്നത്. വി ലുക്കപ്പ് സെലക്ട് ചെയ്ത് കോമ ടേബിളർ ഞാൻ എങ്ങനെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സേഫ് ആണ്. കാരണം എൻഡ് വരെ ആ 10,48 ലൈൻ ഐറ്റംസ് വരെ നമ്മൾ സെലക്ട് ചെയ്ത് ഫിക്സ് ചെയ്ത് വെക്കാണ്. അങ്ങനെ ആകുമ്പോൾ ഫുൾ സേഫ് ആണ്. അപ്പോൾ ഞാൻ 2 അടിക്കുന്നു, കോമ 0. താഴത്തേക്ക് ഡ്രാഗ് ചെയ്ത് കിട്ടാൻ കാരണം എന്താണ്? ഇത് എവിടെ ക്ലിക്ക് ചെയ്താലും കംപ്ലീറ്റ് ലോക്ക് ചെയ്ത് വെച്ചതാ എൻഡ് വരെ. ഞാൻ കൂടെ ഇല്ല, ഇറങ്ങാനില്ല. കാരണം എൻഡ് വരെ അത് ലോക്ക്ഡ് ആണ് അല്ലെ. ഈ എൻഡ് വരെ മീൻസ് 10,040 അല്ല 576 വരെ ലോക്ക്ഡ് ആക്കി വെച്ചതാ. പക്ഷെ അങ്ങനെ റിസർവ് ചെയ്ത് വെക്കണ്ട, കാരണം വെറുതെ വേറെ ഡാറ്റ കയറിയ പ്രശ്നമാവും. പക്ഷെ എനിക്കത് സെലക്ട് ചെയ്ത് ഇത് മാത്രം സെലക്ട് ചെയ്തുകൊണ്ടായിരിക്കണം എന്താ വേണ്ടത്, നമുക്ക് ഇത് കിട്ടേണ്ടത്, റിസൾട്ട് കിട്ടേണ്ടത്. പക്ഷെ ആ കേസിൽ നമുക്ക് കിട്ടുന്നില്ല. താഴത്തേക്ക് ഡ്രാഗ് ചെയ്യും ഇങ്ങനെ ജമ്പ് ചെയ്ത് പോകണം. അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ $സൈൻ യൂസ് ചെയ്യാറ്. അതായത് അബ്സല്യൂട്ട് റെഫറൻസ് എന്നൊക്കെ പറയും. അപ്പൊ അതിലേക്ക് ഞാൻ ഇതിലേക്ക് തിരിച്ചു വരാം. ആദ്യം ടോപ്പിക് ഞാൻ എടുത്തു തരാം എന്താണെന്നുള്ളത് വ്യക്തമായിട്ട്. എൻ്റെ സ്ക്രീൻ ഒന്ന് ശ്രദ്ധിക്കാം. ഒരു 5 മിനിറ്റ് ഒരു ഫുൾ അറ്റൻഷൻ കൊടുക്കാം. 5 5 5 5. ഞാൻ ഇവിടെ 10 ഇട്ടു, ഒറ്റ സെല്ലിൽ മാത്രം. ശ്രദ്ധിച്ചോളൂ. ഈക്വൽ ടു 5 ഇൻറ്റു 10, 50 കിട്ടുന്നുണ്ട്. നമുക്കറിയാം അല്ലെ, കറക്റ്റ് ബേസിക് കാൽക്കുലേഷനാണ്. അടുത്ത ഡ്രാഗ് ചെയ്യുമ്പോൾ 0, അടുത്ത ഡ്രാഗ് ചെയ്യുമ്പോൾ 0 0 കിട്ടുന്നുണ്ട്. കാരണം 50 അല്ല കിട്ടുന്നത്. ഞാൻ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 5 ഓടുന്ന അടുത്ത് ഈ 5 നേരെ ഓപ്പോസിറ്റുള്ള റോന്ന് എടുത്തത്, അടുത്ത 5 ഇവിടുന്ന് എടുത്തു, ഇതെടുത്തു. ഇത് മാത്രം കറക്റ്റ് കിട്ടും. കാരണം ബൈ ഡീഫോൾട്ട് എക്സലിലുള്ള റെഫറൻസിന്റെ പേരാണ് റിലേറ്റീവ് റെഫറൻസ്. എക്സലിൽ 2 ടൈപ്പ് ഓഫ് റെഫറൻസ് ഉണ്ട്. ഓക്കെ, റിലേറ്റീവ് റെഫറൻസ്, അബ്സല്യൂട്ട് റെഫറൻസ്. നിങ്ങളിപ്പോൾ കണ്ടത് നമ്മൾ ഡ്രാഗ് ചെയ്യുമ്പോൾ ജമ്പ് ചെയ്ത് ആ റോക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പാരലൽ ജമ്പ് ചെയ്യുന്നതിനാണ് റിലേറ്റീവ് റെഫറൻസ് പറയുന്നത്. അതാണ് ബൈ ഡീഫോൾട്ട് നേരത്തെ കണ്ടതും ഇപ്പോഴും കണ്ടതും. നമ്മൾ ഡ്രാഗ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ റോ എഗെയിൻസ്റ്റ് ആയിട്ട് ഈ റോനെ മാച്ച് ചെയ്തുകൊണ്ട് പിടിക്കും. എനിക്ക് വേണ്ടത് ചില കേസിൽ അബ്സല്യൂട്ട് റെഫറൻസിലേക്ക് മാറ്റണം. ഫോർ എക്സാമ്പിൾ ഈ കേസിൽ തന്നെ ഞാൻ ഡ്രാഗ് ചെയ്യുമ്പോൾ 5, അതായത് A2 ഇൻറ്റു F2 അല്ല വേണ്ടത്. എന്താ വേണ്ടത് ഇവിടെ? പറയൂ, എനിക്കെന്താ വേണ്ടത്? F2 അല്ല, F1. ഇവിടെയും F1, F3 അല്ല വേണ്ടത്. ഇത് F3 F4 ജമ്പ് ചെയ്യാൻ കാരണം റിലേറ്റീവ് റെഫറൻസ് ആയതുകൊണ്ടാണ്. അപ്പൊ എനിക്ക് ഫിക്സ് ചെയ്ത് വെക്കണം ആരെ? F1നെ. ഞാൻ അത് സെലക്ട് ചെയ്യുന്നു. നിങ്ങളെ കീപാഡിലെ F4 പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 ഡോളേഴ്സിനോട് വന്നത് കാണാം. ഞാൻ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡ്രാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ നോക്കി നോക്കൂ, കംപ്ലീറ്റ് 50 കാണിച്ചു, കണ്ടില്ലേ? A3 ഇൻറ്റു F1, A4 ഇൻറ്റു F1 ഫിക്സ് ചെയ്ത് വെച്ചു. ഇനി അതിലേക്ക് വന്നിട്ട് നമുക്ക് ട്രൈ ചെയ്യട്ടോ ഒരുമിച്ച്. ഞാൻ അതിലേക്ക് വരുന്നു. ഈ കേസിൽ നോക്കി നോക്കൂ, ബൈ ഡീഫോൾട്ട് നിങ്ങൾ എവിടെ ഫിക്സ് ചെയ്ത് അറിയോ? ഈക്വൽ ടു വി ലുക്കപ്പ് റെഫറൻസ് ദിസ് കോമ. ഞാൻ ഈ ഏരിയ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത ഉടനെ തന്നെ ബൈ ഡീഫോൾട്ട് എന്താക്കണം, നിങ്ങൾ F4 പ്രസ് ചെയ്യുക. സേഫായി ലോക്ക് ചെയ്ത് അതിന് താഴത്തേക്ക് ഡ്രാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോവില്ല. കോമ ഇടുന്നു, 2, 0. ഇപ്പം ഞാൻ താഴത്തേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ നോക്കി കറക്റ്റ് റിസൾട്ട് വരും. കാരണം എവിടെയും ജമ്പ് ചെയ്ത് പോയിട്ടില്ല, എല്ലാം ഫിക്സ് ആയി വെച്ചതാ. നിങ്ങൾ ട്രൈ ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിന്റെ ഞാൻ പറഞ്ഞ ലോജിക്ക് മനസ്സിലാവും എന്താന്നുള്ളത്. റിലേറ്റീവ് റെഫറൻസ് ഓട്ടോമാറ്റിക്കലി താഴത്തേക്ക് ജമ്പ് ചെയ്തു. അബ്സല്യൂട്ടിൽ നമ്മളൊരു ഏരിയ റേഞ്ച് ഫിക്സ് ചെയ്ത് വെക്കാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ പ്ലീസ്. F4 ആണ് റേഞ്ച്, ഐ മീൻ അതിന്റെ ഷോർട്ട് കട്ട് കീ. F4 വർക്ക് ചെയ്തിട്ടെങ്കിൽ FN F4, അതായത് നമ്മൾ ടേബിൾ അറേ സെലക്ട് ചെയ്ത ഉടനെ തന്നെ F4 പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ FN F4 പ്രസ് ചെയ്യുക. ഈക്വൽ ടു വി ലുക്കപ്പ് വാല്യൂ കോമ ടേബിൾ അറേ സെലക്ട് ചെയ്യുന്നു, പ്രസ് F4. F4 വർക്ക് ചെയ്തിട്ട് FN F4 കോമ 2, 0 സിമ്പിൾ.
ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ പ്ലീസ്, കിട്ടുന്നുണ്ടോ നോക്കിയോ എന്നിട്ട് പറയാം. എനിക്ക് ലാസ്റ്റ് വരെ എന്നെന്നാ വരുന്നത്. ലാസ്റ്റിലേക്ക് എന്നെയാണ് വന്നത്. പക്ഷെ 001 ഇപ്പം കൗശിക് മുഖർജി അത് കറക്റ്റ് കിട്ടി. ഓക്കെ, CTM ലാസ്റ്റിലത് നോക്കാം. ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യോ, അത് ഞാൻ പറയുന്നില്ല, ചെയ്ത ആൾക്കാരൊന്ന് ഫിക്സ് ചെയ്യാം. നോക്കട്ടെ, എനിക്കും അത് തന്നെ വന്നത്. ഞാൻ സെപ്പറേറ്റ് ഫോർമുല ആഡ് ചെയ്യുക ചെയ്തു. നോക്കാം. വിൽ ഡിസ്കസ്. ഒന്ന് ഷെയർ ചെയ്യാം ആരെങ്കിലും. അഭിലാഷ് ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം, നോക്കട്ടെ. ഞാനില്ല, മൊബൈലിന് ആക്സസ് ചെയ്തിട്ട് ഓക്കെ, ശ്രുതി ഒന്ന് ഷെയർ ചെയ്യും സ്ക്രീൻ. എവിടെ കിട്ടിയ? എവിടെ കറക്റ്റ് ആണുള്ളത്? കറക്റ്റ് അല്ലേ ശ്രുതി? എനിക്ക് നേരത്തെ കിട്ടിയിട്ടത് എന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ വീണ്ടും ഫോർമുല അപ്ലൈ ചെയ്തൂടെ, ഡ്രാഗ് ചെയ്തപ്പോൾ ഒന്നില്ല, പിന്നെ വീണ്ടും ഫോർമുല അപ്ലൈ ചെയ്തപ്പോഴോ ഒന്ന്. നേരത്തെ അതാണ്, നേരത്തെ നിങ്ങളത് ഫോർമുല അല്ല, അത് ലോക്ക് ചെയ്തിട്ടില്ല, $, അതുകൊണ്ടാണ്. അല്ല, $സൈൻ ഒരു റോയിൽ കൊടുത്തിട്ട് ഡ്രാഗ് ചെയ്ത പോലെ താഴേക്ക്. ഒന്ന് കൺട്രോൾ സെറ്റ് അടിക്കുക ഒരു വട്ടം. യെസ്, വെക്കട്ടെ. ഒരു സെക്കൻഡ് ഒന്ന് സെലക്ട് ചെയ്യൂ. ഓക്കെ, ഒറ്റ സെക്കൻഡ്. നിങ്ങൾ $6 ആയിട്ടില്ല. ഫസ്റ്റ് ഇത് സെല്ല് സെലക്ട് ചെയ്യുക, സിദ്ധാന്നുള്ള സെല്ല് സെലക്ട് ചെയ്യുക. നിങ്ങൾ ഇട്ട് ഇത് മാറിയിട്ടുണ്ട്, ഒന്ന് കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്യൂ, ഞാൻ പറഞ്ഞുതരാം. ബിയിൽ മാത്രമാണ് കംപ്ലീറ്റ് റേഞ്ച് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്തോളൂ. മൊത്തം കോളം റിസൾട്ട് കംപ്ലീറ്റ് സെലക്ട് ചെയ്തോളൂ. ഓക്കെ, ഈക്വൽ ടു VLOOKUP. Then lookup value ഓപ്പൺ ബ്രാക്കറ്റ് ഇടണ്ടേ? കോമ, ടേബിൾ അറേ സെലക്ട് ചെയ്യൂ. ഓക്കെ, ഒറ്റ സെക്കൻഡ്. F4 പ്രസ് ചെയ്യൂ. F4. യെസ്, ഇനി കിട്ടും. കോമ, കോളം ഇൻഡെക്സ് നമ്പർ. ഡ്രാഗ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഡ്രാഗ് ഇങ്ങനെ ചെയ്യണ്ട കേട്ടോ. കോർണറിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, യെസ്, ഓക്കെ അല്ലേ? ഓക്കെ. വേറെ എങ്ങനെ സ്ക്രീൻ ഷെയർ ചെയ്യാനുണ്ടോ? കിട്ടാത്ത ആൾക്കാർ ഇത് ക്ലിയർ ചെയ്യണം. സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തോ, ഓഫ് ചെയ്തോളൂ. ഞാനൊന്ന് ഷെയർ ചെയ്യട്ടെ. യെസ് പ്ലീസ്. സ്ക്രീൻ കാണാവോ? ഓക്കെ, ഇതില് എന്നെ മനസ്സിലായില്ല? എനിക്ക് ഇങ്ങനെയാ വന്നത്. ഒറ്റ സെക്കൻഡ്. നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്ത രീതി എങ്ങനെയായിരുന്നു? ഡിലീറ്റ് ചെയ്തു. ഇതില് യെസ്, പക്ഷെ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഓക്കെ. F4 കോമ 2 അല്ല B ആയിരുന്നു. ഞാൻ 2 ഒരു സെക്കൻഡ്. 1 അല്ലേ? ഒറ്റ സെക്കൻഡ്. നിങ്ങളൊന്ന് ഇൻസേർട്ട് ചെയ്യണ്ട. അല്ല, ഒന്ന് കേസർ കൊടുക്കും.
ആ, ക്രിസ്റ്റോട് വെച്ചോളൂ. ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കുന്നത്. ഇത് കറക്റ്റാണോ നിങ്ങൾ ചെയ്തത്? അല്ല. ഞാൻ ഡോളർ സൈൻ ഒന്നും പറഞ്ഞില്ല. കറക്റ്റ് ഞാൻ മെത്തേഡാണ്. ഡെസിഗ്നേഷൻ എടുത്തത് എയും ബി എടുക്കണ്ടായിരുന്നു. എക്സാക്ട്ലി ചെയ്യൂ. പിന്നെ 2 0. ഓക്കെ. ക്ലിയർ അല്ലേ? ക്ലിയർ ആയില്ലേ? കിട്ടിയോ? ഓക്കെ ആണ്? യെസ് ഓക്കെ. ഓക്കെ, ഒന്ന് സ്ക്രീൻ ഒന്ന് ക്ലോസ് ചെയ്തോളൂ. സ്റ്റോപ്പ് ഷെയറിങ് ചെയ്യാൻ പറ്റുന്നില്ല. സ്റ്റോപ്പ് ഷെയറിംഗ് താഴത്തുണ്ടാവുന്നു. എനിക്ക് ഷെയർ തന്നെ കാണിക്കുന്നത്. അയ്യോ, സ്റ്റോപ്പ് ഷെയറിംഗ് അല്ല. മേലുണ്ടോ? മേലെ ഡ്രോപ്പ് ഡൗൺ ഈ സ്ക്രീൻ മറന്നിട്ടേ. ആ, ഒരു മിനിറ്റ്. ഓ ഓക്കെ യെസ്, ഓക്കെ, സ്ക്രീൻ കിട്ടി മറന്നു. ഓക്കെ, പോയോ? ഓക്കെ. കിട്ടി എനിക്ക് കിട്ടി. എൻ്റെ സ്ക്രീൻ കാണുന്നല്ലോ അല്ലേ? യെസ്. കാണുന്നുണ്ടല്ലോ എല്ലാവരും? യാ, ഞാൻ ചെറിയ സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. ഇപ്പോൾ ഇത് പഠിച്ച ആളോട് ചോദിക്കുന്നത്, ഞാനിവിടെ ഈ സെല്ല് ഡി വി കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ ഈ F2 ഇല്ലേ, F2 ഞാൻ ലോക്ക് ചെയ്ത് വെച്ച് എന്താ റിസൾട്ട് കിട്ടാ താഴത്തേക്ക്? പറയൂ, നിങ്ങൾ ട്രൈ ചെയ്യാൻ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ആൻസർ കിട്ടും. വേർബലി പറഞ്ഞാൽ മതി. നിങ്ങൾ എന്താ മനസ്സിലായത്? എല്ലായിടത്തും എന്താ കിട്ടുക ആക്ച്വലി? ആ ഫസ്റ്റ് സെല്ലിന്റെ താഴത്തേക്ക് സെലക്ഷൻ പോകില്ല. ഞാൻ ലോക്ക് ചെയ്ത് പോയി. ഞാൻ എല്ലാം അത് ആക്ച്വലി ഫ്രീസ് ചെയ്ത് വെക്കുക, ലോക്കും വെക്കല്. ചില ആൾക്കാർ ഞാൻ പറഞ്ഞില്ല ഡോളർ സൈന് ഒരു ലോജിക്കൽ അപ്ലൈ ചെയ്യാറുണ്ട്. അവനെ ഏതായാലും ഇടുന്നു, ഞാൻ ഇട്ടേക്കാം എന്നുള്ളതിൽ വീലുക്കപ്പ് അറിയാം. ചില ആൾക്കാരുണ്ട് വീലുക്കപ്പ് ആ ലെവലില് ആൻസർ ഒക്കെ ക്വിക്കായിട്ട് തരും, പക്ഷെ ഒരു ക്വസ്റ്റ്യൻ സ്റ്റക്ക് ആവും. എന്തുകൊണ്ടല്ലോ ഡോളർ സൈൻ അതായത് ഇതിന്റെ ഭാഗമാണല്ലോ. ലോജിക് അറിയണം എന്താന്നുള്ളത്. ഡോളർ സൈൻ മീൻസ് ആ റേഞ്ച് ലോക്ക് ചെയ്ത് വെക്കുക. അബ്സല്യൂട്ട് റെഫറൻസ് എന്ന് പറയും. ബൈ ഡീഫോൾട്ട് മൈക്രോസോഫ്റ്റ് നമുക്ക് എക്സൽ തന്നെ റിലേറ്റീവ് റെഫറൻസ്, റിലേറ്റീവ്ലി മാച്ച് ചെയ്തും കൊണ്ട്, അതായത് ക്രോസ് ചെയ്തും കൊണ്ട് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള റോ വൈസ് നമ്മൾ ഡ്രാഗ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. പക്ഷെ അബ്സല്യൂട്ട്ലി ആ ഭാഗം ഫിക്സ് ചെയ്ത് കിട്ടും. അതിനോട് മാനുവലി നമ്മൾ എന്തുകൊണ്ട് F4 വെച്ചും കൊണ്ട് ഡോളർ സൈൻ ഇൻസേർട്ട് ചെയ്യുന്നത്. മാനുവലി ഡോളർ സൈൻ ഇടാം, പക്ഷേ അതിന് ഏറ്റവും ബെസ്റ്റ് എന്താ F4 വെച്ചും കൊണ്ട് ലോക്ക് ചെയ്യാം. ഓക്കെ. അൽഫാൻ, ഞാനൊരു ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ആ, അൽഫാൻ, ഇതില് ഈ വി ലുക്കപ്പും ഈ എക്സ് ലുക്കപ്പിലൊക്കെ രണ്ട് രീതിയിൽ ചെയ്യുമ്പോൾ നിങ്ങളിപ്പം ടൈപ്പ് ചെയ്യുന്നുണ്ടല്ലോ വി ലുക്കപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ ചില ആൾക്കാർ, ഞാൻ സാധാരണ ടൈപ്പ് തന്നെയാണ് ചെയ്യാറുള്ളത്. ചില ആൾക്കാർ മറ്റേ ഐ മീൻ അതിൽ ഓപ്ഷൻ ഉണ്ടല്ലോ, വി ലുക്കപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടല്ലോ. ഓക്കെ, ഞാൻ അധികം ട്രൈ ചെയ്തിട്ടില്ല. ഒരു ടിപ്പിക്കൽ വേയിൽ ചെയ്യാറുണ്ട്. ഇൻസേർട്ടിൽ പോയിട്ട് ഓപ്ഷൻസ് ഇൻസേർട്ട് അല്ലേ? പോയിട്ട് അത് കുറച്ച് ചെയ്യുന്ന കോംപ്ലിക്കേറ്റഡ് അല്ലേ? അത് അത് എനിക്ക് ആവശ്യമില്ല അല്ലെ? ഞാൻ സിൻസ് ബിഗിനിങ് തൊട്ട് ഞാൻ ഇതാണ് അപ്ലൈ ചെയ്യാറ്. പക്ഷെ അത് സ്റ്റെപ്സ് കൂടുതലല്ലേ? അത് ടിപ്പിക്കൽ അപ്രോച്ച് ആണത്. അതെ അതെ, ഏറ്റവും ബെസ്റ്റ് ഇതാണ്. ഡെഫിനറ്റ്ലി Yeah, ഇത് തന്നെയാണല്ലോ ഈസിയർ ഇതാണ് ഇത് ഏറ്റവും തന്നെയാണ്. ബെസ്റ്റ് ഇതാണ് കേട്ടോ. ഏറ്റവും ബെസ്റ്റ് മെത്തഡ് ഇതാണ്. മറ്റേത് വീണ്ടും കൺഫ്യൂഷൻ ആവും അത്. Yeah, നോക്കാം. നെക്സ്റ്റ് റാൻഡംലി ഒരു 3-4 പേരോ നേരെ ഓപ്പോസിറ്റ് ഇട്ടോ. ഫസ്റ്റ് എംപ്ലോയി നെയിം ഇടാം, പിന്നെ എംപ്ലോയി നമ്പർ. ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കോ. റാൻഡംലി ഇട്ടാൽ മതി. എന്നിട്ട് ഇതിന്റെ ആൻസർ ഒന്ന് കണ്ടെത്തണേ. വീലുകപ്പ് ചെയ്തുകൊണ്ട്
ശരിയാ. എവിടെയാണ് സ്റ്റക്ക് ആവുന്നത്? എന്നെ നമ്മൾ എന്താണ് എന്നാ വരുന്നത്? ആ എവിടെ സ്റ്റക്ക് ആവുന്നത് പറയൂ. നിങ്ങൾ റൂൾ അനുസരിച്ച് പോയാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഇൻഡെക്സ് നമ്പർ 1 അല്ലേ? അലിച്ചു 1 ആണോ -1 ആയിരിക്കുമോ? -1. -1 ട്രൈ ചെയ്ത് നോക്കൂ, റിസൾട്ട് കിട്ടിയിട്ട് അറിയിക്കൂ. See, ഇവിടാണ് VLOOKUPന്റെ ലിമിറ്റേഷൻസ് വരുന്നത് കേട്ടോ. ആൻസർ കിട്ടില്ല. കിട്ടും എങ്ങനെ? ഇത് സ്വിച്ച് ചെയ്ത് ഡാറ്റാബേസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റാബേസിൽ മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പറ്റും. പക്ഷെ ഇവിടെ നോക്കി നോക്കൂ, ഇങ്ങനെ ആൾക്കാർ ട്രൈ ചെയ്തിട്ടുണ്ടാവും. ലുക്കപ്പ് വാല്യൂ ദിസ്, ഇതുവരെ സ്മൂത്ത് ആയി പോയി. ഇതും ഓക്കെ, ടേബിൾ വരെ നമ്മൾ റൂൾ അനുസരിച്ച് ലുക്കപ്പ് വാല്യൂ തൊട്ടിട്ട് റിവേഴ്സ് ഗിയർ ഇടും എംപ്ലോയി നമ്പറിലേക്ക്. പിന്നെ കൺഫ്യൂഷൻ ആയിരിക്കും. അതാ നേരത്തെ ഒരാൾ ചോദിച്ചത് 1 ആണോ -1 ആണോ 2 ആണോ എന്നുള്ളതിൽ. -1 ചില ആൾക്കാർ ട്രൈ ചെയ്തു, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റിലേക്കല്ലേ -1 കിട്ടില്ല. -1ഉം 1 ഇട്ടാലൊന്നും നമുക്ക് ആൻസർ കിട്ടില്ല. ഈ ഒരു ലിമിറ്റേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മൈക്രോസോഫ്റ്റ് എക്സൽ 365 വേർഷനിൽ, അല്ലെങ്കിൽ ലേറ്റസ്റ്റ് 2021 2024 വേർഷനിൽ എക്സ് ലുക്കപ്പ് എന്നുള്ള സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതിൽ ഈക്വൽ ടു എക്സ് ലുക്കപ്പ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കൂ, കിട്ടുന്നുണ്ടോ നോക്കിക്കോ. നിങ്ങൾക്ക് കിട്ടാത്ത ആൾക്കാരും ഉണ്ടാവാം, പക്ഷെ മെജോറിറ്റി കിട്ടേണ്ടതാണ്. കിട്ടുന്നുണ്ടോ? കിട്ടാത്ത ആൾക്കാർ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യാം. എക്സ് ലുക്കപ്പ് അല്ലേ? ഈ എക്സ് ലുക്ക് വളരെ സിമ്പിൾ, അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നല്ല. VLOOKUPന്റെ അത്ര വലിയ അതിഭീകര ലോജിക് ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ സ്ക്രീനിൽ ശ്രദ്ധിക്കുക. ഈക്വൽ ടു എക്സ് ലുക്കപ്പ്. ഈ എക്സ് ലുക്കപ്പിൽ ഫസ്റ്റ് 3 ആർഗ്യുമെന്റ് മാൻഡറ്ററി ആർഗ്യുമെന്റ്, ബാക്കി ഓപ്ഷണലാണ്. ലുക്കപ്പ് വാല്യൂ സെലക്ട് ചെയ്തു, കോമ. ലുക്കപ്പ് അറേ, ഇവിടെ ടേബിൾ അറേ അല്ല ചോദിക്കുന്നത്, ലുക്കപ്പ് അറേ. നമ്മൾ ലുക്കപ്പ് വാല്യൂ എംപ്ലോയി നെയിം ആണെങ്കിൽ ലുക്കപ്പ് അറേ, ആ അറേ എന്ന സീരീസ് ഓഫ് റേഞ്ച് ആണ്. അപ്പം ലുക്കപ്പ് വാല്യൂന്റെ അറേ എന്താണ്? ഇവിടെ എംപ്ലോയി നെയിമിന്റെ റേഞ്ച് ആണ്, അല്ലെങ്കിൽ കംപ്ലീറ്റ് റേഞ്ച് ആണ്, കോമ. റിട്ടേൺ അറേ, സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ മൈക്രോസോഫ്റ്റ് എക്സൽ റിട്ടേൺ ആയിട്ട് റിസൾട്ട് ആയിട്ട് എന്താ വേണ്ടത്? നമുക്ക് എംപ്ലോയി നമ്പറാണ് വേണ്ടത്, അതിന്റെ അറേ, ക്ലോസ് ബ്രാക്കറ്റ്. ഇത്രയേ ഉള്ളൂ. ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഈക്വൽ ടു എക്സ് ലുക്കപ്പ്, ലുക്കപ്പ് വാല്യൂ ദിസ്, കോമ. ലുക്കപ്പ് അറേ നമുക്ക് വേണ്ടത് ഈ ലുക്കപ്പ് വാല്യൂ ഇതാണെങ്കിൽ അതിന്റെ അറേ എന്താണ്? എംപ്ലോയി നെയിം ആണ്. $1 ഇട്ട് ലോക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, കോമ. റിട്ടേൺ അറേ, സിസ്റ്റം റിട്ടേൺ ആയിട്ട് റിസൾട്ട് ആയിട്ട് എന്താ വേണ്ടത്? എംപ്ലോയി നമ്പറാണ്. റിട്ടേൺ നോക്കി നോക്കൂ, എക്സ് ലുക്ക് വർക്ക് ചെയ്താണ്. ലേറ്റസ്റ്റ് വേർഷനിലെ 365 2021 2024 ചില ക്രാക്ക് വേർഷൻ ഉണ്ടാവും, അതിലും കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ.
അതിൽ വരുന്ന ബാക്കിയുള്ള കണ്ടീഷൻസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ഞാൻ പറഞ്ഞുതരാം, ഓരോ കേസ് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ലെഫ്റ്റിലേക്ക് വരുന്ന റിസർച്ചിൽ പോകണമെങ്കിൽ ഒന്നും വീലൊക്കെ എടുക്കില്ല ബൈ ഡിഫോൾട്ട് യെസ് അല്ലേ? യെസ്, വീലുക്കപ്പ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് എടുക്കും, ലെഫ്റ്റിൽ നിന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് എടുക്കില്ല. അതാണ് ലിമിറ്റേഷൻസ്. എക്സിലൊക്കെ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആണ്. അൽഫാൻ, ഇത് VLOOKUPന്റെ പകരമായിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ എക്സ് ലുക്കപ്പ്? 100%. പക്ഷെ നേരത്തെ ഒരു ട്രിക്ക് കാണിച്ചില്ല, കേളി ബ്രാക്കറ്റ്, അത് എക്സ് ലുക്കപ്പിൽ വർക്ക് ആവില്ല കേട്ടോ. ഓക്കെ. സൊല്യൂഷൻ ഇല്ല അതിന്. മനസ്സിലായില്ല? പകരം അതിനൊരു സൊല്യൂഷൻ ഇല്ലേന്ന്. നമുക്ക് മൾട്ടിപ്പിൾ കോളംസിൽ നമുക്ക് ഡാറ്റാസ് വരേണ്ടതുണ്ടെങ്കിൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഇല്ല, അതിന് സൊല്യൂഷൻ ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇല്ല എന്ന് തോന്നുന്നു. ഇർഫാൻ, ഞാനത് ട്രൈ ചെയ്തിരുന്നു. അത് റൈറ്റിലേക്ക് ഫില്ല് ചെയ്യാനുള്ള Ctrl+R കൊടുക്കുമ്പോൾ എല്ലാ കോളംസിലും വരുമല്ലോ അത്. എങ്ങനെ? ഏത് എക്സ് ലുക്കപ്പില്ല? അല്ല, VLOOKUPല് 100 കോളംസ് ഉള്ള കേസ് പറഞ്ഞിരുന്നില്ല. അപ്പൊ നമ്മൾ ഓക്കെ മാനുവലി 1 to 100 ടൈപ്പ് ചെയ്യണമെന്നല്ല പറഞ്ഞത്. ഓക്കെ അപ്പോ നമുക്കൊരു റേഞ്ച് ഉണ്ടെങ്കിൽ, റൈറ്റോട്ട് റേഞ്ച് ഉണ്ടെങ്കിൽ Ctrl+Shift+Right കൊടുത്ത് നമ്മൾ അത് ഫുൾ കിട്ടും. റേഞ്ച് റേഞ്ച്. അല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ കിട്ടാൻ ചാൻസ് ഉണ്ടോ? അല്ലെങ്കിൽ ആ കംപ്ലീറ്റ് റേഞ്ച് നിങ്ങൾ സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്തിട്ടുണ്ടോ? അല്ലേ? ഇല്ല, ആദ്യം നമ്മൾ ഒരൊറ്റ സെല്ലില് നമ്മൾ ആദ്യം ആ റോയിൽ താഴോട്ട് ഫില്ല് ചെയ്യുക. ഓക്കെ സോറി, ആ കോളമിൽ താഴോട്ട് ഫില്ല് ചെയ്യുക. ആ പിന്നെ നമ്മൾ ഫുൾ റൈറ്റിലേക്ക് സെലക്ട് ചെയ്യുക. ജസ്റ്റ് അത് എല്ലാ കോളംസും ഡ്രാഗ് ചെയ്തിട്ടാൽ പോലെ, അതല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ 100 കോളംസ് ഉള്ളപ്പോൾ ഡ്രാഗ് ചെയ്യുന്നത് ഒരു ടെഡിയസ് എഫർട്ട് അല്ലേ? ഞാൻ ജസ്റ്റ് Ctrl+Shift+Rightല് അത് ക്ലിക്ക് ഓക്കെ, ചെയ്ത് അത് കിട്ടും. പക്ഷെ ഞാൻ select. ഉദ്ദേശിക്കുന്നത് ഇപ്പം അതേ ഓർഡറിൽ അല്ലാത്ത കോളാണെങ്കിലോ റിസൾട്ട് നോക്കി നോക്കൂ. ഷഫിൾ ചെയ്തേ കോളം ഒരേ ഓർഡറിലാണെങ്കിലല്ല അത് കിട്ടുക. ഓക്കെ ഓക്കെ. അല്ല, കറക്റ്റ് അല്ലേ? ആ കോളം നമ്പർ ഇനിയും ഭാവിയിൽ മാറ്റണമെന്നുണ്ടെങ്കിൽ കേളി ബ്രാക്കറ്റിന്റെ കേസ് ആണെങ്കിൽ ഈസി അല്ലേ മാറ്റാൻ? നെയിം നമ്പർ ചേഞ്ച് ചെയ്താൽ മതി. പക്ഷെ ഇവിടെ നിങ്ങൾ പറഞ്ഞ ഇതിൽ കിട്ടില്ലത്. ഓക്കെ ഓക്കെ, മനസ്സിലായി മനസ്സിലായി. Yeah. ഈ കേളി ബ്രാക്കറ്റിന്റെ കേസിൽ നമുക്കൊരു നമ്പർ 2 കഴിഞ്ഞിട്ട് ഇനി 4 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പിക്കാവോ? കേളി ബ്രാക്കറ്റിന്റെ കേസിൽ തീർച്ചയായിട്ടും അതല്ല പറഞ്ഞു. 2 കഴിഞ്ഞിട്ട് 4 5 അതാത് റിസൾട്ടിന് അത് കിട്ടും. നേരത്തെ കാണിച്ചില്ലേ? ഓക്കെ. പക്ഷെ നമ്മുടെ ഔട്ട്പുട്ട് കിട്ടേണ്ട ഒരു ടേബിളിൽ ഇപ്പോ 2 കഴിഞ്ഞിട്ട് 3 ഉണ്ടെന്ന് വിളിക്കുക. 3 ഉണ്ട് അവിടെ. ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലായില്ല? ഞാൻ നോക്കട്ടെ ഒരു മിനിറ്റ്. ഓക്കെ ഓക്കെ. നമ്മൾ ഈ VLOOKUP XLOOKUP ചെയ്യുമ്പോൾ നമ്മുടെ ഈ ടേബിൾ, അതായത് നമ്മുടെ ഇപ്പം കംപ്ലീറ്റ് ഡാറ്റ സ്ട്രക്ചറിന്റെ അകത്ത് നമ്മൾക്ക് എന്തൊക്കെയാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള റെസ്പെക്ട് ചെയ്യേണ്ടത്? സംതിങ് ലൈക്ക് ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല, എന്തൊക്കെയുണ്ടോ ഈ ഫീൽഡ് ബേസിക് ആയിട്ടുള്ള സംഭവം അല്ലേ? അതായത് എക്സ്ട്രാ സ്പേസ് ഉണ്ടാകാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കേസ് ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഇപ്പോ ശിവമൂർത്തി CS എന്ന് കാണുന്നുണ്ട് അല്ലേ? കാണുന്നില്ലേ? ഇപ്പൊ ഞാൻ എന്നെ വരാൻ കാരണം എന്താ? ഇവിടെ ശിവമൂർത്തി CS കാണുമ്പോൾ ഇവിടെ ഉണ്ട്. പക്ഷെ എന്തുകൊണ്ട് വരുന്നുണ്ട് എന്നെ വരാൻ കാരണം എന്താ? അതേമാതിരി തന്നെ മഹാദേവ് എന്നെ വരാൻ കാരണം എന്താ? എക്സ്ട്രാ സ്പേസ്. കണ്ടില്ലേ? ആ എക്സ്ട്രാ സ്പേസ് നമുക്ക് റിമൂവ് ചെയ്യാം ട്രിം ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട്. അത് ടെക്സ്റ്റ് ഫംഗ്ഷനിൽ എടുത്തു തരാം. ഈക്വൽ ടു ട്രിം, എക്സ്ട്രാ സ്പേസ് റിമൂവ് ചെയ്യണം. ട്രിം ഫംഗ്ഷൻ എടുത്തുകൊണ്ട് നമുക്കത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് ഫിക്സ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ സെലക്ട് ചെയ്യുക Ctrl+H, റീപ്ലേസ്, ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എക്സ്ട്രാ സ്പേസ് ഇവിടെ കൊടുക്കുക. റീപ്ലേസ് വിത്ത് 0 കൊടുത്താലും പക്ഷെ അവിടെ അത് പ്രശ്നമാവും. കാരണം ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിം ഇവിടെ വരുന്നുണ്ട്. അങ്ങനെ ട്രിം ഫംഗ്ഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് സ്പേസ് റിമൂവ് ചെയ്യാം കേട്ടോ. കാരണം ചില ERP എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അന്നസറി സ്പേസ് വരാറുണ്ട്. അപ്പം നിങ്ങൾ ഇങ്ങനെ നോട്ട് ചെയ്തിട്ടുണ്ടാവും എന്നെ കിട്ടുന്നത്, പക്ഷെ ഡാറ്റ ഉണ്ട് രണ്ടിലും. അപ്പൊ ഒന്ന് മനസ്സിലാക്കുക, എക്സ്ട്രാ സ്പേസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതാ മെയിൻ ഇത് ലുക്കപ്പ് വാല്യൂ ഉള്ള. എന്തൊക്കെയാണ് റൂൾസ് ഒന്ന് പറയാമോ? അതായത് ബേസിക് റൂള് നമുക്ക് പ്രോപ്പർ ആയിട്ട് സ്ട്രക്ചേർഡ് ഡാറ്റയിൽ ലുക്കപ്പ് വാല്യൂ ഇവിടെ കാണണം. നമ്മൾ വെക്കേണ്ടത് ലുക്കപ്പ് വാല്യൂ ഇല്ലെങ്കിൽ ആ ഡബിൾ കോഡിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണം. ക്ലോസ് വിത്ത് ഡബിൾ കോഡ്. ഇങ്ങനത്തെ ഒരു ലിസ്റ്റ് ഇല്ലെങ്കിൽ ഓക്കെ.
രണ്ടാമത്തത് നമ്മുടെ ലുക്കപ്പ് വാല്യൂന്റെ അതേപോലെ തന്നെ ഇവിടെ ഈ ഒരു ഡാറ്റാബേസിൽ ലുക്കപ്പ് വാല്യൂന്റെ സെക്ഷൻ ഉണ്ടാവല്ലോ, അവിടെ മേക്ക് ഷുവർ ചെയ്യണം എക്സ്ട്രാ സ്പേസ് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത്. കാണുമ്പോൾ മാച്ച് ആയി തോന്നും, രണ്ട് ഫിഗർ രണ്ട് വാല്യൂ, പക്ഷെ എക്സ്ട്രാ സ്പേസ് ഓൾസോ എ ക്യാരക്ടർ. കാരണം ക്യാരക്ടർ പറയാൻ കാരണം ഇപ്പം ABC FHD അല്ലെങ്കിൽ കുറച്ച് ഡാറ്റ കൊടുത്തു, ഇതിന്റെയൊക്കെ ലെങ്ത് അറിയണം, ഈക്വൽ ടു LEN ലെങ്ത്. ടെക്സ്റ്റ് നോക്കുന്നുണ്ടെങ്കിൽ 3 കിട്ടി, ഇത് 3 കിട്ടി, നെക്സ്റ്റ് നോക്കുമ്പോൾ 5 കിട്ടി. ഇവിടെ ഞാൻ സ്പേസ് കൊടുക്കുക 1 2 3 6 വരുന്നത്. കാണുമ്പോൾ 3 ഉള്ളൂ, പക്ഷെ സിസ്റ്റം എടുക്കുന്നത് 6 ക്യാരക്ടർ ആയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മേക്ക് ഷുവർ ചെയ്യണം നമ്മുടെ എക്സ്ട്രാ സ്പേസ് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത്. ബേസിക്കലി അത് തന്നെ മെയിൻ ആയിട്ട് അതാണ് ആ ഒരു ഇഷ്യൂ. മെയിൻ ആയിട്ട് മെജോറിറ്റി ഇഷ്യൂ വരുത്ത ആ ഒരു എന്താ പറയാ, ഡാറ്റയിൽ വരുന്ന ക്ലീനിങ് ആണ്. ആ ടെക്സ്റ്റ് ഫംഗ്ഷനിൽ ഞാൻ എടുത്തു തരാം ഇതിന്റെ എക്സാമ്പിൾ വെച്ചിട്ട്. ഈ രണ്ട് കാര്യം ശ്രദ്ധിച്ചാൽ മതി. റഹ്നാസ്, അത് മറ്റേക്ക് കിട്ടിയോ നിങ്ങൾ ഉദ്ദേശിച്ചത്? ഇല്ല, ഞാനേ നേരത്തെ നമ്മളത് ഉപയോഗിക്കുന്ന സമയത്ത് ആ പിന്നെ നമ്മള് ആ, ഒരു കോളത്തില് എമൗണ്ട് ചിലപ്പോ എന്തെങ്കിലും നമ്പേഴ്സ് ഉണ്ടാകാം. ആ അപ്പൊ കേളി ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് 2 3 4 നമ്പർ ഉണ്ട്. അപ്പൊ അത് മാറ്റി ചിലപ്പോ 5 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 4 സ്കിപ്പ് ചെയ്തിട്ട് 5ലേക്ക് വരുന്ന ഒരു 5ലേക്ക് തന്നെ അത് നോക്കിയില്ല. വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് അതെനിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കിട്ടിയോ? അതെനിക്ക് കിട്ടിയിട്ടില്ല, നേരത്തെ എനിക്ക് കിട്ടിയിട്ടില്ല. അത് ഞാൻ അതാണ് ചോദിച്ചത്. തന്നല്ലേ? അത് കിട്ടേണ്ടതാണ് കേട്ടോ. കേളി ബ്രാക്കറ്റിനുള്ളിൽ തന്നെ 3 3 3 ഇട്ടെങ്കിൽ നേരത്തെ ഡെസ്റ്റിനേഷൻ കിട്ടിയ പോലെ അല്ലേ? അത് കിട്ടും. യെസ്. അത് കിട്ടേണ്ടതാണ്. ട്രൈ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നോ ഇഷ്യൂ. ഓക്കെ. അതേപോലെ തന്നെ നമുക്ക് എക്സ് ലുക്കപ്പിൽ നമുക്ക് പിന്നെ അത് കിട്ടും. 2 3 സാധനങ്ങളൊക്കെ നമുക്ക് നേരത്തെ കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത പോലെ തന്നെ എക്സ് ലുക്കപ്പിലും കിട്ടും. എക്സ്ട്രാ കിട്ടും എന്ന് പറയുന്നത് അതെനിക്ക് ഞാനിപ്പോ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാതെ. നോ വറീസ്. ഞാനിപ്പോ അബദ്ധവശാൽ ഒന്ന് കിട്ടിച്ചത്. തന്നെ, അതായത് അടുത്ത കോളത്തിലും കിട്ടും എന്ന് പറയുന്നത് യെസ് അറ്റ് എ ടൈം. നൈസ്. യെസ്. ഒറ്റ സെക്കൻഡ്. എംപ്ലോയി നെയിം. ഓക്കെ, ഒന്ന് പറഞ്ഞോളൂ എങ്ങനെയാന്നുള്ളത്. ഓക്കെ. യാ, ഒറ്റ സെക്കൻഡ്. ഞാൻ യാ ഈക്വൽ ടു പറഞ്ഞോളൂ. എക്സ് ഈക്വൽ ലുക്കപ്പ്. ടു ആ എക്സ് ലുക്കപ്പ്. പിന്നെ വാല്യൂ ദിസ്. യെസ്, അത് തന്നെ. പിന്നെ ഏതാണോ നമുക്ക് വേണ്ടത് നെയിം ബി സെലക്ട് ചെയ്യാം. ബി മാത്രമാണോ? ബി മാത്രം. കംപ്ലീറ്റ്. എൻ്റെ ബി സെലക്ട്. ഓക്കെ, എന്നിട്ട് ഒരു മിനിറ്റ്. ദെൻ കോമ. കോമ. പിന്നെ ഡെസിഗ്നേഷൻ ഡിപ്പാർട്ട്മെന്റ് നമുക്ക് സെലക്ട് ചെയ്യാം. വീണ്ടും സെലക്ട് ചെയ്യണോ? യെസ്, അവിടെ രണ്ടും ഒരുമിച്ച് സെലക്ട് ചെയ്യാം. ഓക്കെ ഓക്കെ, ഇങ്ങനെ. യെസ്. ഓക്കെ, കോമ കോമ 2 2. 2 2 ഒറ്റ സെക്കൻഡ്. വെറും ന്യൂമറിക്കൽ 2. വെറും 2 2 എനിക്ക് ഇട്ടിട്ട് ഒറ്റ സെക്കൻഡ്. 2 ഓക്കെ. ഇനി കോമ 0 ഇട്ടിരുന്നെങ്കിൽ ഒറ്റ സെക്കൻഡ്. ഡെസിഗ്നേഷൻ ഡിപ്പാർട്ട്മെന്റ് അപ്പോ അതെ, അത് 8 മാറിപ്പോയിട്ടുണ്ട്. ഒന്നുകൂടി നോക്കാം. ഈക്വൽ ടു എക്സ് ലുക്കപ്പ് ദിസ് കോമ ലുക്കപ്പ് വാല്യൂ ദിസ് അല്ലേ? അല്ലേ? അത് ഫുള്ളും ഓക്കെ. യെസ് യെസ്. കോമ വീണ്ടും ഇതാണോ സെലക്ട് ചെയ്യേണ്ടത്? ഡെസിഗ്നേഷൻ ഡിപ്പാർട്ട്മെന്റും കൊടുത്തു നോക്ക്. ഒരുമിച്ചാ? ആ ഓക്കെ, ദെൻ കോമ. അല്ല, അപ്പൊ റിട്ടേൺ ആണ് ഇവിടെ. 3 കൊടുത്തു നോക്ക്. അല്ലല്ല, അടുത്തത് 3 അല്ല, ഇഫ് നോട്ട് ഫൗണ്ട് എന്നാണ് കാണിക്കുന്നത്. ഞാൻ എന്റെ സ്ക്രീനിൽ ഷെയർ ചെയ്ത് തരാം. യാ, തീർച്ചയായിട്ടും. ഇത് കണ്ട, ഞാൻ ഇവിടെ ഇത് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇവിടെ 3 ഇട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്യാം, നോക്കാം.
അല്ല ഇതിപ്പം സോറി, ഇത് ഞാൻ നേരത്തെ ഒരു കൊണ്ട് നോക്ക് കണ്ടാ. ABD ഈ ഒരു ഫോർമുല എനിക്ക് കിട്ടിയത് നേരത്തെ. എന്നല്ലേ അറിയില്ല കേട്ടോ. ഇനി അത് സ്വിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് കേളി ഏ ബ്രാക്കറ്റ് നമുക്ക് ആ കോളം റെഫറൻസ് സ്വിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യപ്പോ? ഏതൊക്കെ ബില്ലിന് മാത്രം അല്ലല്ല, സി യെസ് ഒറ്റ സെക്കൻഡ്. ഇഫ് നോട്ട് കിട്ടി. ഒറ്റ സെക്കൻഡ് നോക്കട്ടെ. ഓക്കെ, ഇതിലിപ്പം നിങ്ങളിപ്പം എംപ്ലോയി നെയിം കിട്ടി, ഡെസിഗ്നേഷൻ ഡിപ്പാർട്ട്മെന്റ് കിട്ടി. എനിക്ക് ഇത് അതേമാതിരി ഇത് എന്തിനു പറയാം, ഡിപ്പാർട്ട്മെന്റ് ഫസ്റ്റ് ആക്കണം അല്ലെങ്കിൽ എംപ്ലോയി നമ്പർ ഇങ്ങനെ സ്വിച്ച് ചെയ്യണം. മനസ്സിലായില്ല? ഡിപ്പാർട്ട്മെന്റ് ഫസ്റ്റിൽ വേണം, ഡിപ്പാർട്ട്മെന്റ് ഒരു എംപ്ലോയി നമ്പർ അപ്പുറത്തും വേണം. അപ്പൊ എങ്ങനെ എഡിറ്റ് ചെയ്യാം? ഓ ഓക്കെ ഓക്കെ ഓക്കെ, അത് പ്രശ്നമാണ്. അല്ല, ഞാൻ പറയാം ഫ്ലെക്സിബിൾ ആണോ ചോദിക്കുക. എനിക്കറിയില്ല, ഇത് എനിക്ക് ഫസ്റ്റ് ടൈമേ കാണുന്നുണ്ട്. പക്ഷെ നമുക്ക് സ്വിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കേളി ബ്രാക്കിൽ നമ്മൾ സ്വിച്ച് ചെയ്യില്ലേ? മനസ്സിലായി. അത് നടക്കുന്നറിയില്ല, അത് എക്സ്പെരിമെന്റ് ചെയ്ത് അല്ല, ഞാൻ അത് നോക്കാം. ട്രൈ ഞാനിത് ചെയ്തിട്ടില്ല. ഇപ്പൊ എനിക്ക് കിട്ടിയതാണ് ഈ സാധനം. എല്ലാവരും ലേണിംഗ് എന്നുള്ളത് ഞാൻ ചോദിച്ചത് കേട്ടോ, എനിക്കറിയില്ല. അത് എനിക്ക് ട്രൈ ചെയ്ത് നോക്കണം. നോട്ട് ഷുവർ കിട്ടുമെന്ന്. നെക്സ്റ്റ് ലുക്കപ്പിൽ അതിൽ ഓപ്ഷൻ നോക്കാം. ഓക്കെ, താങ്ക് യു. അപ്പം എക്സ് ലുക്കപ്പിൽ ഇനിയും ഫർദർ ഞാനിപ്പം റിട്ടേൺ അറേ വരെ ചെയ്തിട്ടുള്ളൂ. ബാക്കി ഇഫ് നോട്ട് ഫൗണ്ട്, മാച്ച് മോഡ്, സെർച്ച് മോഡൊക്കെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം നെക്സ്റ്റ് ക്ലാസ് വിട്ടിട്ട്. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് പ്രാക്ടീസ് ചെയ്യുക. അതിൻ്റെ റെക്കോർഡ് സെഷൻ കിട്ടും, പെട്ടെന്ന് തന്നെ തരാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കാര്യങ്ങൾ ചോദിക്കാം. നാളെ നമ്മുടെ ഡൗട്ട് ക്ലിയറൻസ് സെഷൻ ഉണ്ട്, അതിന് ഇൻവോൾവ് ആവാം. ഒരു ചെറിയൊരു കോൺഫിഡൻസ് കിട്ടിയോ? 100% ഞാൻ പറയുന്നില്ല, എന്നാലും പുതിയ ആൾക്കാരോട് ചോദിക്കുന്നത് എന്താ വി ലുക്കപ്പ്, കൺഫ്യൂഷനുള്ള ആൾക്കാരോട് ചോദിക്കുന്നത് വി ലുക്കപ്പിന് ഒരു ഐഡിയ കിട്ടിയോ? യെസ് ഓർ നോ? കിട്ടി? യാ, കൂൾ. ഓക്കെ, ഇതിന്റെ കണ്ടിന്യൂഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കുക. നാളെ പറ്റുകയാണെങ്കിൽ ഡൗട്ടുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക. ലെറ്റ്സ് ക്ലാരിഫൈ ഓൾ ദ ഡൗട്ട്സ്. ഓക്കെ, താങ്ക് യു. Thank you all. Thank you. Good night. Bye. Thank you. Good night. Good night. Good night.